ഇരിക്കുക. നമ്മുടെ ഉള്ളിൽ ദൈവം ജീവിക്കുന്നത് 3 തരത്തിൽ വരും. ആക്ടിവേഷൻ സംഭവിക്കുന്നത്, പ്രസൻസ് ആക്ടിവേഷൻ, ദൈവ സാന്നിധ്യത്തിൻ്റെ ആക്ടിവേഷൻ 3 തരത്തിൽ വരും. അതെല്ലാം മസ്റ്ററായിട്ട് സംഭവിക്കുന്നത് അഭിഷേകമാണ്. അഭിഷേകത്തിൻ്റെ വിവിധ ഡിപ്പാർട്ട്മെൻറ്റുകളുണ്ട്. അഭിഷേകത്തിൻ്റെ മീൻസുകൾ, അഭിഷേകത്തിൻ്റെ ഇൻസ്ട്രുമെൻ്റ് ഓഫ് അനോയിൻറ്റിങ്. ഈ ഇൻസ്ട്രുമെൻ്റ് ഓഫ് അനോയിൻറ്റിങ് ആരാധനയുടെ പ്രധാനപ്പെട്ട സബ്ജക്റ്റാണ്. ഇൻസ്ട്രുമെൻ്റ് ഓഫ് അനോയിൻറ്റിങ്. ഇപ്പം ഞങ്ങളെപ്പോഴും ആരാധന നടത്തുമ്പോൾ അതിനകത്ത് 3-4 ഇൻസ്ട്രുമെൻ്റ് ഇട്ടാണ് നടത്തുന്നത്. ഒന്ന് പാട്ട്. കൃപാസനം ആരാധനയുടെ മെയിൻ സംഭവം പാട്ടാണ്. പാട്ടെന്ന് പറയണത് അച്ഛൻ ധ്യാനം നടത്തി എവിടെയെങ്കിലും പോയിരിക്കും, പാട്ടുകാർ ഓർക്കസ്ട്ര പോലെ നടത്തും, അതല്ല. ആരാധനയും പാട്ടും കൈയും കാലും പോലെ ഒരു ബോഡിയാണ്. ഈ ബോഡിയാണ് ആരാധന സമൂഹത്തിലേക്ക് വരുന്ന. അതായത് ചിലപ്പോൾ അഭിഷേകം കിട്ടണവരെ അങ്ങ് പാടിപ്പോവും. 4 വരിയെ പാടത്തുള്ളൂ. എന്താ കാര്യം? ആ 4 വരിയുടെ അകത്ത് എല്ലാ ആശയങ്ങളും ഉൾക്കൊള്ളുന്ന 4 വരികളാണ്. ഇത് ഇൻസ്ട്രുമെൻ്റാണ്. മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻ്റ് എന്ന് പറയുമ്പോൾ അനോയിൻറ്റിങ്ങിൻ്റെ ഒരു ഇൻസ്ട്രുമെൻ്റ് ഉണ്ട്. അത് നിങ്ങൾക്ക് എപ്പോഴാണിത് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ബാധിക്കണമെന്നറിയാവോ? ഈ മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻറ്റ്സ് അല്ലെങ്കിൽ ഇൻസ്ട്രുമെൻ്റ് ഓഫ് അനോയിൻറ്റിങ്, അഭിഷേകത്തിൻ്റെ ഒരു ഉപകരണമാണിത്. ഈ സംഗീതം എന്ന് പറയുന്നത്. ഈ സംഗീതം നിങ്ങളിൽ ദൈവസ്നേഹമാണ് നിറയണമെങ്കിൽ ആദ്യം ഇതൊക്കെ അറിവിൻ്റെ തലത്തിലേ നിൽക്കത്തുള്ളൂ. പിന്നീട് ബോധ്യത്തിൻ്റെ തലത്തിലേക്ക് ഇറങ്ങി വന്നിട്ടാണ് പിന്നീട് അഭിഷേകം ഉണ്ടാകുന്നത്. അതിൻ്റെ ഒരു പ്രോസസ്സിംഗ് ഉണ്ട്. ആദ്യം ഇത് അറിവിൻ്റെ തലത്തിൽ നിൽക്കും. നമ്മൾ ആരാധിക്കുകയാണെന്നുള്ള അറിവിൻ്റെ തലത്തിൽ നിൽക്കും. പിന്നെ അറിവ് ഇങ്ങനെ പതുക്കെ ദൈവസ്നേഹം കൂടുന്നതനുസരിച്ച് കൊണ്ട് നമുക്ക് കൺവിഷൻസ് കിട്ടും. നമ്മൾ ആരാധിക്കുന്നത് ഒരു പ്രസ്ഥാനത്തെ അല്ല, ഒരു പ്രതിഭാസത്തെ അല്ല, ഒരു പേഴ്സണെയാണ് ആരാധിക്കണമെന്ന് മനസ്സിലാകും. പിന്നീട് ആത്മാവ് പറയും, ദ പേഴ്സൺ യു അഡോർ, നിങ്ങൾ ആരാധിക്കുന്ന വ്യക്തി ചുമ്മാ ഒരു വ്യക്തിയല്ല, ഹീസ് ദ റിസൺ ലോർഡാണെന്ന് പറയും. എന്ന് വെച്ചാൽ അവൻ കർത്താവാണ്. അവനെങ്ങനെ കർത്താവായി? അവൻ മനുഷ്യൻ്റെ ഏറ്റവും വലിയ പരാജയമായ മനുഷ്യരാശിയുടെ മനുഷ്യവംശത്തിൻ്റെ പരാജയമായ ആത്യന്തിക പരാജയമായ മരണത്തെ അവൻ സ്വന്തം ഉയർത്തെഴുന്നേൽപ്പിച്ചുകൊണ്ട് തോൽപ്പിച്ചുകൊണ്ട് അവൻ ജീവൻ്റെയും മരണത്തിൻ്റെയും കർത്താവായവനാണ്. ശ്രുതികടെ അതരം കൊണ്ട് പ്രഖ്യാപിക്കാനുള്ള വലിയ അഭിഷേകം ബോധ്യം ചെയ്യണമേ. ഹല്ലേലൂയ. എന്റെ സ്നേഹിതനാകുന്ന സ്നേഹമേ, ആരാധന നിനക്ക് ആരാധന. എന്റെ സ്നേഹിതനാകുന്ന സ്നേഹമേ, ആരാധന നിനക്ക് ആരാധന. ഓ ദിവ്യമാ സ്നേഹമേ, സന്തോഷത്തോടെ സ്നേഹത്തോടെ ഓ ദിവ്യകാരുണ്യമേ, ഓ ദിവ്യമാ സ്നേഹമേ, ഓ ദിവ്യകാരുണ്യമേ. We are speaking about the instruments of anointing. അതായത് അഭിഷേകത്തിൻ്റെ ഉപകരണങ്ങൾ. അതിലൊന്നാണ് സംഗീതം. അപ്പോൾ എന്താ സംഗീതം? സംഗീതം ഒരു ഇൻസ്ട്രുമെൻസാണ്. അതിലൂടെയാണ് ദൈവികമായ ശക്തി. നമ്മൾ ദൈവത്തിൻ്റെ 2 കാര്യങ്ങളാണ് നമുക്കറിയാമല്ലോ. ഇപ്പോൾ ഇലക്ട്രോണിക് തരംഗങ്ങളായിട്ടല്ലേ ബ്രോഡ്കാസ്റ്റിംഗ് സംഭവിക്കുന്നത്. ശബ്ദതരംഗങ്ങളെ ഇലക്ട്രോണിക് തരംഗങ്ങളായിട്ട് കൺവേർട്ട് ചെയ്തിട്ട് വീണ്ടും അത് ശബ്ദതരംഗങ്ങളായിട്ട് കൺവേർട്ട് ചെയ്തിട്ട് നമ്മൾ ടി വിയിലൊക്കെ പിക്ചർ കാണുക ചെയ്യും, അല്ലെ ഡിജിറ്റലായിട്ട് കാണും. അപ്പോൾ അതിൻ്റെ പ്രോസസ്സ് പോലെ തന്നെ നമ്മൾക്ക് ദൈവികമായ ശക്തി നമ്മളിലേക്ക് വരുന്നത് 2 രീതിയിലാണ്. ഒന്ന് ശക്തിയായിട്ട് വരും, ഒന്ന് സ്നേഹമായിട്ട് വരും. അത് നമുക്ക് ആദ്യം ഫീൽ ചെയ്യണത് ദൈവസ്നേഹമായിട്ടാണ് ഫീൽ ചെയ്യണത്. അപ്പോൾ അതിൻ്റെ ഒരു ബേസിക് ഫോർമാറ്റ് മാത്രമാണ് വിശ്വാസം. വിശ്വാസത്തിലാണ് ഇതെല്ലാം വർക്കൗട്ട് ചെയ്യണത്. പിന്നീട് സ്നേഹമായിട്ട് അത് കൺവേർട്ട് ചെയ്യുമ്പോൾ സ്നേഹത്തിൻ്റെ മുന്തിയ ഏതോ ഒരു നിലവാരത്തിലാണ് ഇത് അഭിഷേകം സംഭവിക്കുന്നത്. പക്ഷേ അഭിഷേകം സംഭവിക്കുമ്പോൾ സ്നേഹത്തിൻ്റെ പ്രകരണങ്ങളുടെ ആവർത്തനങ്ങളിലൂടെയാണ് അഭിഷേകം സംഭവിക്കുന്നത്. അതുകൊണ്ടാണ് നമ്മൾ പാട്ടുകൾ 4 വരി പിന്നെയും പാടി പിന്നെയും പാടി പിന്നെയും പാടി. അത് എന്താ കാര്യത്തിൽ? അതിന് ആവർത്തനവും അഭിഷേകവും തമ്മിൽ ഭയങ്കര ബന്ധമുണ്ട്. അപ്പം നിങ്ങളത് അറിയണം. കാര്യം ഇത് ഓട്ടോമാറ്റിക്കായിട്ട് പിന്നീട് വർക്കൗട്ട് ചെയ്യും. ഒരു ടൈം കഴിഞ്ഞാൽ പിന്നീട് ആരും ആവർത്തിക്കാതെ തന്നെ മനസ്സിത് ആവർത്തിച്ചുകൊണ്ടേയിരിക്കും.
അത് സംഗീതത്തിന്. അതുപോലെ തന്നെ ഇപ്പം നന്മ ജപമാല എന്താണ്? ആവർത്തനാഭിഷേകത്തിൻ്റെ ഏറ്റവും വലിയ പ്രാർത്ഥന ജപമാല. കാര്യം എന്തുകൊണ്ടാണ്? അതായത് 5 ദൈവവചനങ്ങൾ അടുക്കി വെച്ചിട്ടാണ് ജപമാല ഷൂട്ട് ചെയ്യണത്. നന്മ നിറഞ്ഞ മറിയാമെന്നുള്ള ഒറ്റ പ്രാർത്ഥനയിൽ 5 വേർഡ് ഓഫ് ഗോഡാണ് ഉള്ളത്. അതിന് അതിനകത്ത് മനുഷ്യവചനങ്ങളൊന്നുമില്ല. ഫുൾ ആൻഡ് ഫുൾ വേർഡ് ഓഫ് ഗോഡാണ്. ഈ വേർഡ് ഓഫ് ഗോഡ് എന്ത് ചെയ്യും? വിശ്വാസി ദൈവസ്നേഹത്തോടെ ആവർത്തിച്ച് പ്രാർത്ഥിക്കുന്നതനുസരിച്ച് കൊണ്ട് അത് ചില മണ്ടന്മാർ ചോദിക്കത്തില്ല, പിന്നെ ഈ പ്രാർത്ഥന തന്നെ എപ്പോഴും ഇങ്ങനെ ആവർത്തിച്ചിരിക്കുന്നത് എന്നാ കാണിക്കാനാണ്? എന്തിനാ വേണ്ടിയാണ്? പ്രാർത്ഥനയെല്ലാം അനുഭവത്തിനുള്ളതാണ്. അനുഭവത്തിൻ്റെ ഒരു തലമാണ് അഭിഷേകം എന്ന് പറയുന്നത്. അത് ആവർത്തനത്തിലൂടെയാണ് നടക്കുന്നത്. നന്മ നിറഞ്ഞ മറിയത്തിന് 5 വചനങ്ങൾ ആവർത്തിച്ച് കഴിയുമ്പോൾ എന്താണ് ഇതിൻ്റെ നെറ്റ് ഇഫക്റ്റ്? നിങ്ങൾക്ക് ഇൻ കേസ് ഇപ്പോൾ എന്തെങ്കിലും ഒരു വിഷമം സന്ധിച്ചെന്ന് പെട്ടെന്ന് നിങ്ങൾ ഇപ്പോൾ ഡോക്ടർ നിങ്ങളുടെ ചെക്ക് വെച്ച് പറഞ്ഞ് നമുക്ക് ഒരു TMD എടുത്താൽ എന്താ, അല്ലെങ്കിൽ നിങ്ങൾക്കൊരു ഒരു കാർഡിയാക് ടെസ്റ്റ് നടത്തിയാൽ എന്താ എന്ന് ചോദിക്കുമ്പോൾ നിങ്ങൾ ഉടനെ വേർക്കും. പക്ഷേ അഭിഷേകമുള്ള ആൾക്കാർ വേർക്കത്തില്ല. അവർ നന്മ നിറഞ്ഞ പറയുന്നത് ചൊല്ലിക്കൊണ്ടിരിക്കും. അതാണ് വിഷയം. പ്രാർത്ഥനയുടെ ഉദ്ദേശം അതാണ്. അതായത് ഇൻ കേസ് ഈ പ്രാർത്ഥന അഭിഷേകം എല്ലാം വരണത് നമ്മളൊരു പ്രത്യേകമായ ഒരവസ്ഥയിൽ ഏറ്റവും വലിയ തിരിച്ചറിവ് എന്താ? ഏറ്റവും വലിയ അവയർനെസ് എന്ന് പറഞ്ഞത് എന്താണ്? ഏറ്റവും വലിയ അവയർനെസ് എന്ന് പറയുന്നത് എനിക്ക് ദൈവം മാത്രമേ ഉള്ളൂ എന്നുള്ളതാണ്. മനസ്സിലായില്ലേ? ഏറ്റവും വലിയ അനുഭവം എന്താ? ഏറ്റവും വലിയ അനുഭവം എനിക്ക് ദൈവം മാത്രമേ ഉള്ളൂ. എനിക്ക് ദൈവം മാത്രമേ ഉള്ളൂ എന്ന് ഒരു വ്യക്തിക്ക് ഒരു കാലത്തും തോന്നിയിട്ടില്ലെങ്കിൽ അയാളൊരു വിശ്വാസിയല്ല ശരിക്കും. എനിക്ക് വേറെ ആരൊക്കെയുണ്ട് എൻ്റെ കടങ്ങൾ, എൻ്റെ രോഗങ്ങൾ, അല്ലെങ്കിൽ എൻ്റെ കേസുകൾ ഒക്കെ സംരക്ഷിക്കാനും തിരക്കാനും നോക്കി നടത്താനും എനിക്ക് ഉപദേശവും നിർദ്ദേശവും തരാൻ ആരൊക്കെയോ ഉണ്ടെന്ന് നിനക്ക് വിചാരിച്ചാൽ നീ ഇപ്പോഴും ഒരു മനുഷ്യനായി തന്നെ അങ്ങ് നിലനിൽക്കുകയാണ്. നിനക്ക് ദൈവത്തിൻ്റെ ഒരു ആവശ്യം അവിടെ ഇല്ല. അപ്പോൾ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമുക്ക് ദൈവാനുഭവത്തിലേക്കുള്ള വഴികളിൽ പോകുന്നതനുസരിച്ച് കൊണ്ട് എക്സ്ട്രാക്ഷൻസ് സംഭവിക്കും. അഭിഷേകത്തിന് നമ്മുടെ എക്സ്ട്രാക്ഷൻ എന്ന് പറഞ്ഞ സംഭവമുണ്ട്. എന്ന് വെച്ചാൽ നമ്മുടെ കൂടെ അറ്റാച്ച് ചെയ്ത് നിൽക്കുന്ന ആൾക്കാർ ദൈവം ഡിറ്റാച്ച് ചെയ്ത് കളയും. ചിലപ്പോൾ അവർ മരിച്ചു പോകും, ചിലപ്പോൾ അവർ നമ്മളോട് പിണങ്ങി മാറും, ചിലപ്പോൾ അവർക്ക് ട്രാൻസ്ഫർ ആകും, ചിലപ്പോൾ അവർ നമ്മുടെ സ്നേഹബന്ധം ഉപേക്ഷിക്കും. ഈ ഡിറ്റാച്ച്മെൻ്റ് എന്നൊക്കെ പറഞ്ഞ് ഇടിപെട്ട സമയമാണ്. അതൊക്കെ നിങ്ങളവർക്ക് ആത്മഹത്യ ചെയ്യാൻ പറ്റിയ സമയമാണെന്ന് അല്ല, അതിജീവിക്കാൻ പറ്റിയ സമയമാണ്. കൈയിടിച്ച് ഞങ്ങളുടെ ജീവിതത്തിലെ തകർച്ചകൾ വരുമ്പോൾ അതിജീവിക്കുവാനുള്ള വലിയ ആത്മാഭിഷേകം നീ മാത്രം മതിയെന്ന് പ്രഖ്യാപിക്കാനുള്ള വലിയ കൃപ മതിയെനിക്ക് ഈ മരുയാത്രയിൽ തിരുകൃപ മതിയെനിക്ക് ഈ മരുയാത്രയിൽ തിരുകൃപ മതിയെനിക്ക്. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അപ്പോൾ ദൈവഭയത്തിലെ നിന്റെ ഏകാന്തതയിലെ അല്ലെങ്കിൽ നിന്റെ ദൈവാഭിമുഖ്യത്തിൻ്റെ നിമിഷങ്ങളിലെ ഏകാന്തത എന്ന് നമുക്ക് സംഭവമില്ല കേട്ടോ. നമുക്കുള്ള ദൈവാഭിമുഖ്യത്തിൻ്റെ നിമിഷങ്ങളാണ്. ഈ ദൈവാഭിമുഖ്യത്തിൻ്റെ നിമിഷങ്ങളിൽ നമ്മളെ സഹായിക്കുന്നത് ഈ അഭിഷേകമാണ്. അഭിഷേകം ചിലപ്പോൾ സംഗീതമായിട്ട് കിട്ടും, അഭിഷേകം ചിലപ്പോൾ പ്രാർത്ഥനയായിട്ട് കിട്ടും, അഭിഷേകം ചിലപ്പോൾ വചനമായിട്ട് കിട്ടും. 3 തരം അഭിഷേകമാണ് ഞാൻ ഇന്നുവരെ കണ്ടിരിക്കുന്നത്. എന്നിലും എൻ്റെ ജീവിതത്തിലും മറ്റുള്ളവരുടെ ജീവിതത്തിലും ഞാൻ കണ്ടിരിക്കുന്നത് 3 തരം അഭിഷേകമാണ്. എന്ന് വെച്ചാൽ ദൈവത്തെ അവർ എന്തെങ്കിലും ഒരു ഭയങ്കരമായ ഒരു വല്ലാത്ത, ഇപ്പോൾ പരീക്ഷയിൽ തോറ്റെന്ന് വിചാരിച്ചോ, അപ്പോൾ പരീക്ഷയിൽ തോറ്റുവെന്ന് നമുക്ക് ഫീൽ ചെയ്യണ സമയത്ത് തന്നെ അഭിഷേകം നിനക്കുണ്ടെങ്കിൽ ഉടനെ, വചനത്തിൻ്റെ അഭിഷേകം ഉണ്ടെങ്കിൽ ഉടനെ പറയും വിജയം നൽകണത് കർത്താവാണ്, വിജയം നൽകണത് കർത്താവാണ്. അപ്പോൾ കർത്താവ് എന്നായാലും എന്നെ വിജയിപ്പിക്കും. അല്ലെങ്കിൽ ഒടുവിലാണ് ഞാൻ ഉണർന്നത്. പ്രഭാഷകൻ 33 എന്നൊക്കെ വായിക്കത്തില്ലേ, 33:16 വച്ചല്ലോ. ശ്രുതികട്ടെ പ്രഭാഷകൻ 33:16
പ്രഭാഷകൻ 33:16. ഒടുവിലാണ് ഞാൻ ഉണർന്നത്. പറഞ്ഞേ, ഒടുവിലാണ് ഒടുവിലാണ് ഞാൻ ഉണർന്നത്. കാലാ പെറുക്കുന്നവനെ പോലെ ഞാൻ മുന്തിരിപ്പഴം ശേഖരിക്കുന്നവരുടെ പിന്നിലായി. എന്നാൽ കർത്താവിന്റെ അനുഗ്രഹം നിമിത്തം ഞാൻ മുൻപന്തിയിലെത്തി. അപ്പോൾ സ്വാഭാവിക ദിസ് ഇസ് ലൈഫ്. അപ്പോഴേ ഇവിടെ ഒരു കോമ്പറ്റീഷൻ അല്ലേ? നമ്മളൊരു ഒറ്റക്കല്ല, ഒരു സമൂഹത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. അപ്പോൾ ചില സമയത്ത് നമ്മളുടെ തന്നെ ഒരു കുഴപ്പം, ബുദ്ധിക്കുറവോ ഓർമ്മക്കുറവൊക്കെ കാരണം നമ്മൾ ചിലപ്പോൾ പിന്നിലായി പോകും. അപ്പോൾ ബുദ്ധിക്കുറവ്, ചിലർക്ക് ആദ്യം വേണ്ടത്ര ബുദ്ധി ഉണ്ടാകത്തില്ല, ചിലർക്ക് വേണ്ടത്ര ഓർമ്മ ഉണ്ടാകത്തില്ല, അപ്പോൾ ചിലർ നമ്മൾ പിന്നിലായി പോകും. ചിലർക്ക് വേണ്ടത്ര ആരോഗ്യം ഉണ്ടാകത്തില്ല, അപ്പോൾ പിന്നിലായി പോകും. ഈ എന്തെങ്കിലും ഒരു കുറവുണ്ടെങ്കിൽ ആ കുറവല്ലത് ശരിക്കും കർത്താവിൻ്റെ ഒരു സാന്നിധ്യത്തിൻ്റെ പ്രസൻസ് പ്ലേസാണത്. അതായത് അതെപ്പോഴും നിങ്ങൾക്ക് മനസ്സിലാക്കണം. നിനക്കൊരു കുറവുണ്ട്, നീ അത് പിന്നിലായി കഴിഞ്ഞാൽ അപ്പോൾ നിന്നെക്കൊണ്ടത് നടക്കത്തില്ല എങ്കിൽ അത് പിന്നെ എന്താണ്? കർത്താവിനെ കൊണ്ട് നടക്കുന്ന, അതാണ് കർത്താവ് എന്നെ മുന്നിലെത്തിച്ചെന്ന് പറയണത്. പക്ഷേ ഈ വചനം അറിയാമെങ്കിലാണ് അഭിഷേകം കിട്ടണത്. മനസ്സിലായ? ഇതിനാണ് നമ്മൾ വചനം പഠിക്കുന്നത്. ഈ വചനത്തിൻ്റെ ഒരു ഗുണം എന്താണെന്ന് അറിയാമോ? വചനത്തിൻ്റെ ഈ മനുഷ്യന്മാരുടെ വചനം അവർ കാല് മാറുമില്ല, അങ്ങോട്ടും ഇങ്ങോട്ടും മാറത്തില്ലേ അല്ലേ? വചനമൊക്കെ മനുഷ്യന്മാരുടെ വാക്കുകൾക്കെല്ലാം ഒരു സെക്യൂരിറ്റി ഇല്ല, അവർ അതിലൊന്നും ഉറച്ചു നിൽക്കത്തില്ല. ചിലപ്പോൾ അവർ മുടിയുണ്ടെങ്കിൽ ചായച്ചും ചെരിച്ചും കെട്ടാമെന്ന് പറഞ്ഞ പോലെ അവരങ്ങോട്ടും ഇങ്ങോട്ടും ഇളക്കി പ്രതിഷ്ഠിക്കും. ദൈവം ഇളക്കി പ്രതിഷ്ഠിക്കത്തില്ല. ദൈവം എന്തെങ്കിലും ഒരു വാക്ക് പറഞ്ഞാൽ ആ വാക്കിൽ അതുകൊണ്ട് നമ്മൾ സത്യവചനമെന്ന് പറയണത്. ബാക്കിയുള്ള വചനങ്ങൾ നമ്മൾ സത്യവചനം എന്ന് പറയത്തില്ലല്ലോ. ഇപ്പോൾ സത്യവേദ പുസ്തകം ആ സത്യമായ വചനമാണ്. അപ്പോൾ അതിൽ നിൽക്കും ദൈവം. അപ്പോൾ നമുക്ക് ഒടുവിലാണ് ഞാൻ ഉണർന്നത്. ചിലപ്പോൾ PSC ടെസ്റ്റ്, ചിലർ കഴിഞ്ഞ ദിവസം ഒരു സാക്ഷ്യം ഉണ്ടായത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു MD ഡോക്ടറിൻ്റെ സാക്ഷ്യം ഇവിടെ ഉണ്ടായിരുന്നു. അത് ഡോക്ടറല്ല, MBBS ഡോക്ടർ, MD അഡ്മിഷൻ്റെ സാക്ഷ്യമാണ്. ആ മനുഷ്യൻ അറിഞ്ഞത് ശനിയാഴ്ച രാത്രിയാണ് അറിഞ്ഞത്. അവിടെ അഡ്മിഷൻ ക്ലോസ് ചെയ്യാം, അവിടെ അഡ്മിഷൻ ഉണ്ട്, MDക്ക് അഡ്മിഷൻ ഉണ്ടെന്ന് അറിയണത്. പക്ഷേ ഞായറാഴ്ച എന്ത് പറ്റും? ഞായറാഴ്ച വർക്കിംഗ് ഡേ അല്ലല്ലോ, പിന്നെ തിങ്കളാഴ്ചയാണ്. തിങ്കളാഴ്ച വൈകുന്നേരം 5 മണിക്ക് അഡ്മിഷൻ ക്ലോസ് ആകും. അതിനുള്ളിൽ ഈ മനുഷ്യന് വേണ്ടത് എന്താണ്? ഈ മനുഷ്യന് വേണ്ടത് കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ് വേണം അദ്ദേഹത്തിൻ്റെ. അത് വില്ലേജ് ഓഫീസറിൽ നിന്ന് മേടിക്കണം, അല്ലെങ്കിൽ തഹസിൽദാർ തരണം. അത് തഹസിൽദാർ തരണമെങ്കിൽ തഹസിൽദാറിന് അസസ്മെൻറ്റ് നടത്താതെ തരത്തില്ല. അപ്പോൾ ഇതൊക്കെ ഒറ്റ നടക്ക് പോകാത്ത കാര്യമാണ്. അപ്പോൾ പക്ഷേ അദ്ദേഹത്തിൻ്റെ ആകപ്പാടെ സെക്യൂരിറ്റി എന്താണ്? ഉടമ്പടി എടുത്തു എന്നുള്ളതാണ് സെക്യൂരിറ്റി. വേറെ ഒരു സെക്യൂരിറ്റിയും ഇല്ല. കാര്യം തഹസിൽദാറിൽ നിന്ന് ഈ പേപ്പർ വാങ്ങിച്ചിട്ട് ഇമെയിൽ ചെയ്യണം. ഇമെയിൽ ചെയ്യുമ്പോൾ ഇപ്പോഴുള്ള ഒരു പ്രശ്നം എന്ന് വെച്ചാൽ ഇമെയിൽ ചെയ്യുമ്പോൾ എല്ലാവരും ഇമെയിലല്ലേ ചെയ്യണത്. അതുകൊണ്ട് എപ്പോഴും നെറ്റ് എപ്പോഴും ബിസി ആയിരിക്കും, നെറ്റ് ജാമായി പോകും. അപ്പോൾ വീണ്ടും നമ്മുടെ സമയം പോകും. നെറ്റ് ജാമായെന്ന് പറയണത് ഇന്ന് ഏറ്റവും വലിയ ദുരന്തമാണ്. ജീവിതം ജാമായി പോകണ പോലെയാണ് നെറ്റ് ജാമാകണത് ഈ അന്ത്യനിമിഷങ്ങൾ വെച്ചുകൊണ്ട്. അപ്പോൾ 4 മണിക്ക് നെറ്റ് ജാമായി. പക്ഷേ പിന്നീട് ഏതോ ഒരു സെക്കൻഡ് നെറ്റ് ഓണായപ്പോഴും ഈ മനുഷ്യൻ്റെ കയ്യിൽ സർട്ടിഫിക്കറ്റ് ഈ 5 മണിക്കുള്ളിൽ അദ്ദേഹം ഫയൽ ചെയ്ത് നോക്കി. ഒടുവിലാണ് ഉണർന്നത്, ഒടുവിലാണ് അറിഞ്ഞത് ഇങ്ങനെ ഒരു അഡ്മിഷൻ ഉണ്ടെന്ന കാര്യം. പക്ഷേ കാലാപെറുക്കുന്നവരുടെ മുന്തിരിപ്പഴം ശേഖരിക്കുന്ന കൂട്ടത്തിൽ ഞാൻ പിന്നിലായിപ്പോയി. പിന്നെ ആരാണ് തഹസിൽദാറിനെ കൊണ്ട് ജാതി സർട്ടിഫിക്കറ്റ് മേടിപ്പിച്ചിരിക്കുന്നത്? ആരാണ് ജാമായിരുന്ന നെറ്റ് ഓൺ ചെയ്തിട്ട് സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യാൻ പറയുന്നത്? എല്ലാം കർത്താവ് കൈ ഇടിച്ച് കർത്താവിന്റെ കൃപ നിമിത്തം ഞങ്ങളെ മുൻപന്തിയിൽ എത്തിക്കുന്ന ഞങ്ങൾ നന്ദി പറയുന്നു. നിൻ കൃപ മതി എനിക്ക്, നാഥാ നീ മതി എനിക്ക്, നിൻ കൃപ മതി എനിക്ക്. ഈ വരു യാത്രയിൽ തിരുകൃപ മതി എനിക്ക്. ഈ വരു യാത്രയിൽ അപ്പോൾ പ്രഭാഷകൻ 33:16 അഭിഷേകമുള്ള വ്യക്തിയാണെങ്കിൽ ഇതുപോലെ പിന്നിലായി പോകുമ്പോൾ ഉടനെ പരിശുദ്ധാത്മാവ് ഈ വചനം കോട്ട് ചെയ്തിട്ട് പറയും, കർത്താവ് നിന്നെ മുന്നിലെത്തിക്കും, നീ അതുകൊണ്ട് മുന്നോട്ട് തന്നെ പോവുക. അതാണ് വചനത്തിൻ്റെ അഭിഷേകം എന്ന് പറയുന്നത്. ഈ വചനം എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം. അതായത് ചില വചനങ്ങൾ നിങ്ങളൊന്ന് ഒത്തിരി ഞാനിപ്പോൾ നടന്നു പോകണമെന്ന് വിചാരിച്ചു ഇതിലെ കൂടി. അപ്പോൾ എനിക്ക് ഈ ആൾക്കാരൊക്കെ ഒരുമാതിരിപ്പെട്ടവരൊക്കെ സീനിയേഴ്സ് പണ്ട് മുതലേ ഉടമ്പടി എടുത്ത് അച്ഛൻ്റെ അടുത്ത് വന്ന് രോഗങ്ങളും കാര്യങ്ങളൊക്കെ പറഞ്ഞവരുടെയൊക്കെ മിക്കവാറും തന്നെ എല്ലാവരെയും എനിക്ക് എന്തെങ്കിലും പേരറിയാൻ പറ്റില്ലെങ്കിലും അടയാളം അറിയാൻ പറ്റും.
അപ്പോഴേ ഞാൻ ചില സമയത്ത് തിരക്കി പോണ തിരക്കാണെങ്കിൽ ശരി, ഇതുപോലെ എന്തെങ്കിലും വിഷയം ഉള്ളവരെ കണ്ടാൽ ഞാൻ തോണ്ടും. എന്ന് വെച്ച് കഴിഞ്ഞാൽ എത്രയും വേഗം വന്ന് നിങ്ങൾ റിസൾട്ട് പറയാനാണ് എൻ്റെ അർത്ഥം. ഞാൻ ഫ്രീ ആകുമ്പോൾ വന്നിട്ട് നിങ്ങൾ എന്നോട് ഇപ്പോഴത്തെ സ്റ്റാറ്റസ് പറയാനാണ് പറയണത്. എൻ്റെ അർത്ഥം അതുപോലെ തന്നെയാണ്, അത് തന്നെയാണ് ഈ വചനത്തിന് സംഭവിക്കുന്നത്. നിങ്ങൾ ദൈവവുമായിട്ട് ഒരു ഓൺലൈനിലാണ്, അടുപ്പമാണ്, സ്നേഹമാണ് എങ്കിൽ ചില വചനങ്ങൾ കേൾക്കുമ്പോൾ നിങ്ങളൊന്ന് തോണ്ടും ദൈവം. എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ വചനത്തോട് വല്ലാത്ത ഒരു അഭിനിറ്റി തോന്നും. മനസ്സിലായില്ലേ? അതാണ് കർത്താവിൻ്റെ തോണ്ടൽ. ഇത് വിവേചിക്കാൻ കഴിയണം. അപ്പോൾ തന്നെ കൊണ്ടുപോയി എഴുതിയിടണം, ഈ വചനം കർത്താവ് അഭിഷേകമായി എനിക്ക് തരാൻ പോകുന്നു. ഇനി കർത്താവ് സഞ്ചരിക്കണ നാഷണൽ ഹൈവേ ആണിത്. ഇനി എൻ്റെ സങ്കടകാലങ്ങളെല്ലാം കർത്താവ് ഇതിലേ കൂടി സഞ്ചരിച്ച് വരും. ഒന്നെങ്കിൽ എനിക്ക് കർത്താവിലേക്ക് ചെല്ലാൻ പറ്റും, അല്ലെങ്കിൽ കർത്താവ് എന്നിലേക്ക് വരും. കർത്താവ് ശരിക്കും പറഞ്ഞാൽ വചനം ഒരു നിൻ്റെ വചനം എൻ്റെ പാദങ്ങൾക്ക് വെളിച്ചമാണെന്ന് പറഞ്ഞ പോലെ തന്നെ അതൊരു പാത കൂടിയാണ് ശരിക്കും പറഞ്ഞാൽ. എന്ന് വെച്ചാൽ ഒരു വചനം അഭിഷേകമായിട്ട് ഒന്ന് പ്രാർത്ഥിച്ച മക്കളെ, നെഞ്ചത്ത് കൈവച്ച് പ്രാർത്ഥിച്ച്, കർത്താവായ ദൈവമേ, എൻ്റെ ജീവിതത്തിലെ നിന്റെ സാന്നിധ്യം അനുഭവിക്കുവാൻ വചനങ്ങളുടെ വഴികളെ തുറന്നു തരണമേ. വചനങ്ങളെ അഭിഷേകമായി നൽകണമേ. എനിക്ക് വേണ്ടി സംസാരിക്കപ്പെട്ട വചനങ്ങള് വിവേചിക്കാൻ എനിക്ക് അഭിഷേകം നൽകണമേ. ശ്രദ്ധിക്കട്ടെ. വചനം വിവേചിച്ചറിഞ്ഞ് അത് അഭിഷേകമായി മാറ്റുവാനുള്ള വലിയ കൃപ ഈ പാട്ടൊക്കെ കേൾക്കുമ്പോൾ നിങ്ങൾ അത് മനസ്സിൽ സൂക്ഷിച്ചിട്ട് ഏറ്റുപാടണം. ഇപ്പം ഞാൻ പ്രാർത്ഥനയുടെ അഭിഷേകം പറഞ്ഞില്ലേ, അതായത് എനിക്ക് എന്തെങ്കിലും ഒരു ഞെക്കൽ തോന്നിയാൽ ഞാൻ ഓട്ടോമാറ്റിക്കായിട്ട് ഞാൻ പോലും അറിയാതെ എൻ്റെ മനസ്സ് ജപമാലിങ്ങനെ ചൊല്ലിക്കൊണ്ടിരിക്കും. അല്ലെങ്കിൽ ഒറ്റക്കായാൽ മതി. ആൾക്കാരെല്ലാം പോയി കഴിയുമ്പോൾ എൻ്റെ മുറി ഒറ്റക്കാണെങ്കിൽ ഇരിക്കണമെങ്കിൽ ജപമാല നമ്മൾ എടുത്ത് ഒന്നും ചെല്ലേണ്ട കാര്യമില്ല. മനസ്സിങ്ങനെ ജപമാല ചൊല്ലിക്കൊണ്ടിരിക്കും. അത് ഓട്ടോമാറ്റിക്കായിട്ട് വർക്കൗട്ട് ചെയ്യും. ഇതുപോലെ എൻ്റെ മക്കൾ പ്രാർത്ഥനയുടെ അഭിഷേകം പ്രാപിച്ചിരിക്കണം. അത് ഭയങ്കര സീരിയസാണ്. അല്ല നിങ്ങൾക്ക് പുസ്തകം കാണാതെ പ്രാർത്ഥിക്കുന്ന, അല്ലെങ്കിൽ മൊബൈൽ നോക്കി പ്രാർത്ഥിക്കുന്ന ആ ഇൻസ്ട്രുമെൻ്റൽ അത് മാറിയിട്ട് അനോയിൻറ്റ് പ്രെയറിൻ്റെ ഒരു മോഡിലേക്ക് ഇത് റീഫോർമാറ്റ് ചെയ്യണം. അതായത് അത് നമ്മൾ ഏറ്റവും ടോപ്പ് അഭിഷേകത്തിന് ഏറ്റവും ടോപ്പ് ജപമാലയാണ്. കാര്യം അതിലാണ് ഈ ആവർത്തനങ്ങളുള്ളത്. പക്ഷേ നമുക്ക് അഭിഷേകം കിട്ടാത്തത് എന്താണെന്നറിയാമോ? നമ്മൾ ആവർത്തനം നാക്കുകൊണ്ടാണ് നടത്തുന്നത്. അതുകൊണ്ടാണ് ശബ്ദം ഉണ്ടാക്കി നമ്മൾ നടത്തുന്നതാണ്. നമ്മളത് മനസ്സിൽ പിടിക്കണില്ല സംഭവം. അപ്പോൾ അതായത് പ്രാർത്ഥിക്കുമ്പോൾ കൃപ നിറഞ്ഞവളെ സ്വസ്തി എന്ന് പറയുമ്പോൾ മാലാഖരോട് ഞാനും എൻ്റെ മനസ്സ് കൈകൂപ്പും. കൃപ നിറഞ്ഞവളെ സ്വസ്തി, കർത്താവ് നിന്നോട് കൂടെ. അതൊക്കെ പറയുമ്പോൾ നമ്മുടെ കണ്ണങ്ങോട്ട് നിറഞ്ഞു പോകും. കാര്യം സത്യമായ കാര്യമല്ലേ നമ്മൾ പറയണത്. അപ്പോൾ ഇതുപോലെയാണ് അതിങ്ങനെ ആവർത്തിക്കുകയാണെങ്കിൽ ആ ജപമാല അഭിഷേകമായിട്ട് അങ്ങോട്ട് മാറും. വചനം ആവർത്തിക്കുന്ന വചനം, നിങ്ങളെ തോണ്ടുന്ന വചനമില്ലേ, അത് എഴുതിയിടണം. എന്നിട്ട് അത് ഇടയ്ക്കിടയ്ക്ക് എടുത്ത് നോക്കണം. അങ്ങനെ നോക്കി വരുമ്പോൾ കർത്താവ് ആ വചനം തരും. പിന്നെ ഇതൊന്നുമില്ലെങ്കിൽ ഇത് വചനം അറിയാൻ പാടില്ല, പ്രാർത്ഥന അറിയാൻ പാടില്ല, നിങ്ങളൊരു നോൺ ക്രിസ്ത്യൻ ആണെന്ന് വിചാരിച്ചോ, ഇതിനെക്കുറിച്ച് ഒന്നും അറിയാൻ പാടില്ല. നിങ്ങൾക്ക് എളുപ്പം അഭിഷേകം കിട്ടാനുള്ള സംഭവമുണ്ട്. എന്താണ് അത്? പാട്ടാണ്. നോൺ ക്രിസ്ത്യൻസ് എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങൾക്ക് പെട്ടെന്ന് അഭിഷേകം കിട്ടാൻ പറ്റിയത് പ്രാർത്ഥനകൾ കുറച്ചുകൂടി കോംപ്ലിക്കേഷൻ ആണെങ്കിൽ ഏറ്റവും നല്ല ടോപ്പ് പാട്ടാണ്. ഈ ദിവസങ്ങളിൽ വേറൊരു രസമുണ്ടായി. അതായത് ഞാൻ നമ്മുടെ ഉടമ്പടി ധ്യാനമാണല്ലോ. അപ്പം നമ്മളെന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാനെല്ലാ സാക്ഷ്യങ്ങളും ഇങ്ങനെ കർത്താവ് ഏത് പാലത്തിലാണ് കയറിയിരിക്കുന്നത്, കർത്താവ് ഏത് വഴിയിൽ കൂടിയാണ് വരണത്, കർത്താവ് എന്ത് വാഹനത്തിലാണ് വരണത്, ഞാനിങ്ങനെ സാക്ഷ്യങ്ങളെല്ലാം ഇങ്ങനെ ശ്രദ്ധിച്ചുകൊണ്ടേയിരിക്കും. കാര്യം അതെല്ലാം ദൈവത്തിൻ്റെ വരവാണല്ലോ. അപ്പോൾ ഓരോരോ വ്യക്തികളുടെ ജീവിതത്തിൽ വ്യത്യസ്തമായ രീതിയിലല്ലേ ദൈവം വരണത്. അപ്പോൾ ഈ ദിവസങ്ങളിലൊരു സാക്ഷ്യം ഞാൻ കേട്ടു. കാര്യം ഉടമ്പടി ധ്യാനമാകുമ്പോൾ ഉടമ്പടി സാക്ഷ്യ വിചാരങ്ങളാണ് എപ്പോഴും, അതിൻ്റെ വചനാംശങ്ങളാണ് നമ്മൾ നോക്കുന്നത്. നിങ്ങൾക്ക് ഞാനത് പകർന്നു തരും, വിശ്ലേഷിച്ച് തരും. അപ്പോൾ നിങ്ങൾക്കതിൻ്റെ കണ്ടൻസ് പിടികിട്ടുമ്പോൾ നിങ്ങൾ അതിനകത്ത് കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കൂടുതൽ ഏണിങ്സ് ഉണ്ടാകും. അതാണ് ഞാൻ ഈ ഉടമ്പടി ധ്യാനത്തിലൂടെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ ദിവസങ്ങളിൽ ഞാൻ കേട്ട നല്ല സാക്ഷ്യങ്ങളൊന്ന് വിനോദിനിയുടെ സാക്ഷ്യമാണ്. വിനോദിനി എന്ന് പറഞ്ഞ ഒരു നല്ല ഡ്രാമാറ്റിസ്റ്റ് ഉണ്ടേ.
അവർ അതായത് നമ്മുടെ ഈ സംഗീത നാടക അക്കാഡമി, ഞാൻ അക്കാഡമിയിൽ ഫോക്കൽ അക്കാഡമി, സാഹിത്യ അക്കാഡമിയിൽ ഞാൻ സ്റ്റേറ്റ് മെമ്പറായിരുന്നു. അപ്പോൾ എനിക്ക് സംഗീത അക്കാഡമിയിലും പലപ്പോഴും പ്രോഗ്രാമിനൊക്കെ പോകേണ്ടി വരും, സംഗീത അക്കാഡമിയുടെ കൂടെ പ്രവർത്തിക്കേണ്ടി വരും. അപ്പോൾ ഗവൺമെൻറ് ഓർഗനാണ് ഇതെല്ലാം. അപ്പോൾ വിനോദിക്ക് 2 പ്രാവശ്യം സ്റ്റേറ്റ് അവാർഡ് കിട്ടിയ ആളാണ് സംഗീത നാടക അക്കാഡമിയിൽ നിന്ന്. ഒരു പ്രാവശ്യം KCBCയുടെ നാടക അവാർഡ് കിട്ടിയ ഇവർ നടിയാണ്, ഇവർ പ്രൊഫഷണൽ നാടക നടിയാണ്. അപ്പോൾ പ്രൊഫഷണൽ നാടക നടി ഹരിപ്പാടുള്ളതാണ്. അപ്പോൾ അവർ ഒരു ദിവസം വന്ന് ഉടമ്പടി എടുത്തു. അത് ആ ഉടമ്പടിയിൽ അവരങ്ങനെ ജീവിക്കുകയാണ്. പക്ഷേ എന്താ പ്രശ്നം വെച്ചാൽ കോവിഡായി കഴിഞ്ഞപ്പോഴേ, വിനോദിന് പറഞ്ഞത് കോവിഡായി കഴിഞ്ഞപ്പോൾ ഏറ്റവും കൂടുതൽ പ്രയാസം അനുഭവിച്ച ആൾക്കാർ ഒരു ഭാഗം നാടകക്കാരാണ്. നാടകമില്ലല്ലോ, 200 ദിവസമൊക്കെ നാടകമില്ലെന്നുണ്ടെങ്കിലും കിഡ്നി വരെ പണയം വെക്കേണ്ടി വരും. 200 ദിവസമൊക്കെ നാടകം ഇല്ലെങ്കിലേ ഇപ്പോൾ 200-300 കളിയ അല്ലെങ്കിൽ ഒരു 500 നാടകം വരെ കളിക്കുന്ന ഒരു രാത്രി 2 നാടകം കളിക്കുന്ന ഗ്രൂപ്പുകളുണ്ട്. അപ്പോൾ ഇവർ പ്രൊഫഷണൽ നാടകമാണ് അവർ. പക്ഷേ ഈ കോവിഡ് വന്നതോടുകൂടി നാടകമെല്ലാം തീർന്ന് എല്ലാം കാലിയായില്ലേ, ഗ്രൗണ്ടെല്ലാം കാലിയായി. പിന്നെ ഭയങ്കര കഷ്ടപ്പാടും പട്ടിണിയും വിഷമമൊക്കെയായി. പക്ഷേ അതുപോലെ തന്നെ അവരുടെ മകൾക്കും അതുപോലെ തന്നെ ജോലിയൊന്നുമില്ല, അവർക്ക് വിവാഹമോചനം സംഭവിച്ചു. കോവിഡിൻ്റെ മേൽ വലിയ ദുരന്തകാലമാണ് അവർക്കുണ്ടായത്. അപ്പോൾ ഇങ്ങനെ ഒരു ദുരന്തത്തെ എങ്ങനെ അതിജീവിക്കുമെന്ന് അറിയാൻ പാടില്ലാതെ ഇരിക്കുന്ന സമയത്താണ് അവർ പറയുന്നത്, ഞാൻ അമ്മയെ കണ്ണെ കണ്ട് നോക്കിയാൽ ഞങ്ങൾ അമ്മയും മകളും തമ്മിൽ ഈ ഗംഭീര ഇടിയാണ് വീട്ടിൽ. അവൾ കല്യാണം കഴിച്ച് ഡൈവേഴ്സായി വീട്ടിൽ വന്ന് നിൽക്കുകയാണ്. ഇവരാണെങ്കിൽ ജോലിയുമില്ല, അവർക്ക് വരുമാനവുമില്ല. അപ്പോൾ അവർക്ക് അല്ലാത്ത തന്നെ ബാധ്യതകളും പിന്നെ ഈ ബാധ്യത ഇടക്കും. അപ്പോൾ ഇവർ തമ്മിൽ അമ്മയും മകളും കൂടി ഗംഭീര സ്റ്റണ്ടാണ് വീട്ടിൽ, വഴക്കാണ് എപ്പോഴും. അപ്പോൾ കുടുംബത്തിൽ സമാധാനമില്ല, സാമ്പത്തിക തകർച്ചയും എല്ലാം കൂടി ഇങ്ങനെ വിഷമിക്കുകയാണ്. ആ സമയത്താണ് ആരോ ഈ ലിങ്ക് കൊടുത്തത്. ഈ കാലത്ത് ഏറ്റവും വലിയ അനുഗ്രഹമാണേ, ചുമ്മാ നെക്കിയാൽ ആശ്വാസത്തിൻ്റെ ലിങ്കിലേക്ക് പോവും. അത് ഈ കാലത്ത് ദൈവത്തിൻ്റെ ഏറ്റവും വലിയ പരിപാലനയാണ് ഈ സോഷ്യൽ മീഡിയ എന്ന് പറയണത്. അതിലൂടെയല്ലേ എത്രയോ മനുഷ്യരാണ് ദൈവത്തെ അറിയണത്. അതിനെന്ത് വശങ്ങളുണ്ടെങ്കിലും അതിൻ്റെ നന്മ വശങ്ങളാണല്ലോ നമ്മൾ സ്വീകരിക്കേണ്ടത്. പക്ഷേ ഇവർക്ക് ഈ ലിങ്ക് കിട്ടിയോട് കൂടി എന്താണെന്ന് വെച്ചാൽ, ഇവൾ കൃപാസനം തുറന്നപ്പോൾ വന്ന് ഉടമ്പടി എടുത്ത് കഴിഞ്ഞ് ഉടമ്പടിയോടുകൂടി കർത്താവ് ഇവളെ തോണ്ടും. കാര്യം വിനോദിനി ഉടമ്പടി എടുത്തു, മകളും വന്ന് വേറെ ഉടമ്പടി എടുത്തു, 2 പേരും ഉടമ്പടി എടുത്തു. ഇനി ഉടമ്പടി എടുത്ത് രസം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ ഭയങ്കര ഈ നോൺ ക്രിസ്ത്യൻസിൻ്റെ ഒക്കെ ഒരു പ്രത്യേക രീതി ഞാൻ കണ്ടുവന്നിരിക്കുന്നത്, അവർ ഭയങ്കര പക്ക സീരിയസാണ് വിഷയങ്ങളൊക്കെ. സീരിയസ് വെച്ചാൽ പക്ക സീരിയസാണ്. അല്ലാതെ ഇനി ഉടമ്പടി എടുത്തില്ല, ഇനി അച്ഛനെ പോയി കാണണം, കുമ്പസാരിക്കണം, അടുത്ത ആഴ്ച തുടങ്ങാം, പത്രം കൊടുക്കണമല്ലോ, എവിടെ കൊടുക്കണമെന്ന് അറിയത്തില്ല. ഇനി പള്ളിയൊക്കെ പിരിയുമ്പോൾ ആരെങ്കിലും കൊണ്ട് ഏൽപ്പിക്കാം വരട്ടെ, അല്ലെങ്കിൽ ഇൻസ്റ്റാൾമെൻറ്റിന് ആരെങ്കിലും വീട്ടിൽ വരും, വരുന്ന കൊടുത്തേക്കാം. ഇങ്ങനെയൊക്കെയാണ് ചില മാതപ്പനിക്കാർ ഉടമ്പടി എടുക്കുന്നത്. അതൊക്കെ അവിടെ കാശ് പോയത് തന്നെ. ദൈവത്തിനറിയാമല്ല നിങ്ങളുടെ കാര്യം. നിങ്ങളിതിനുള്ള ഉടമ്പടിയല്ല എടുത്തിരിക്കുന്നത്, വേറെ ഏതാണ്ടാണെന്ന് ചെയ്തത്. എന്നാൽ ഉടമ്പടിയാണെന്നുണ്ടെങ്കിൽ ദൈവവുമായിട്ട് നിങ്ങൾ വ്യക്തി ചെയ്യുന്ന എഗ്രിമെൻ്റ് അല്ലേ ഇത്. അപ്പോൾ അവർക്ക് ഫങ്ഷനലല്ല അവരെന്നുണ്ടെങ്കിൽ അവർക്ക് ഇടിവെട്ട അഭിഷേകത്തോടെ ഇവിടുന്ന് പോയിട്ട് 10 പേരെ അറിയിക്കുന്നതിന് വരെ അവർ 100 പേരെ ഈശ്വരൻ അറിയിക്കും. നല്ല ഇടിച്ചു കുത്തി അവിടെ നിൽക്കും. ശരിക്കും അത് ഭയങ്കര ആന്തരിക ഉത്സാഹമായിരിക്കും. അതുകൊണ്ട് ഈ വിനോദിക്ക് പെട്ടെന്ന് അഭിഷേകം കിട്ടി. അപ്പോഴാണ് അവർ പറയണത്, ഞാൻ എൻ്റെ നാടുകളിലെല്ലാം പത്രം എടുത്തുകൊണ്ട് പോയി പാട്ടും പാടിയാണത് ആൾക്കാർക്ക് കൊടുക്കണമെന്ന്. ഞാനെൻ്റെ ഹരിപ്പാടുകാരത്തിയാണ്. ഞാനെൻ്റെ നാടുകളിൽ, എൻ്റെ നാട്ടിൽ തന്നെ ഒരു നാടകക്കാരത്തിയാണല്ലോ. അപ്പോൾ ഞാൻ എൻ്റെ നാട്ടിലെല്ലാം ആൾക്കാരൊക്കെ വീടുകളിലെ കൊണ്ടുപോയി പത്രം കൊടുക്കുന്നത് പാട്ടും പാടിയാണെന്നാണ്. അപ്പോൾ ഞാനൊരു കത്തോലിക്ക നിലയം പിടിച്ച് കൊടുക്കണവരെ ഞാൻ കണ്ടിട്ടുണ്ട്. ഇനി 5 പത്രം, ഇനി 4 പത്രം, ഇതെവിടെ കൊടുക്കുന്നത് കുറച്ച് നിലയം പിടിച്ച് നടക്കുന്ന ആൾക്കാരുണ്ട് ഇല്ലേ. അതാണ് വിഷയം. ഇതിനകത്ത് ഭയങ്കരമായിട്ട് ഡിഫറൻസ് ഉണ്ട് ഇത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിത് എങ്ങനെയാണ്. അപ്പോൾ ഇവരെന്ത് പാട്ടാണ് പാടണത് അത് നിങ്ങളറിയണം. ഇവർ ഞാനൊരു ആ സാക്ഷ്യം കേട്ടോടുകൂടി ഇവിടെ എഴുതി വെച്ച് ദേശപ്രധാന പാട്ടാണ്. എന്താണ് അറിക വരണേ, സദയം തരണേ, ഈ പാട്ട് പാടണവർ. അത് അവർക്കിത് അഭിഷേകമായിപ്പോയി. കാര്യം ദൈവം അവൽ നിറയണത് ഈ 4 വരി പാട്ടിലൂടെയാണ്. അത് പാടുന്തോറും ഇവർക്ക് ഇങ്ങനെ ആന്തരിക അഭിഷേകം കിട്ടിയിട്ട് ഇവർക്ക് ത്രില്ലടിക്കും. ഇവർ ഈ അഭിഷേകത്തോടുകൂടി സന്തോഷത്തോടെ ലൈറ്റ് വെയിറ്റ് ഫെദർ ടച്ചായിട്ട് ഈ സംഭവം സിമ്പിളായിട്ട് ചെയ്യും. ഒരു കാര്യം സിമ്പിളായിട്ട് രോഗികളെ കാണുമെന്ന് വിചാരിച്ചോ, അല്ലെങ്കിൽ നിങ്ങൾ പ്രേക്ഷിത പ്രവർത്തനം ചെയ്യണത് അത് നിങ്ങൾക്ക് സന്തോഷത്തോടെ ചെയ്യാൻ പറ്റുമെങ്കിൽ അപ്പോഴാണ് അഭിഷേകമായെന്ന് പറയുന്നതിൻ്റെ അർത്ഥം. ദുഃഖത്തോടെ ഭാരത്തോടെ ചെയ്ത അഭിഷേകമായിട്ടില്ല. കാര്യം ആധ്യാത്മിക കാര്യങ്ങൾ, ക്രിസ്തുവിന് കൊടുക്കേണ്ട കാര്യങ്ങളിൽ മൗലിക വികാരം സന്തോഷമാണ്.
നോക്കിയാ വചനം എടുത്ത് സന്തോഷത്തോടെ പോയി തനിക്കുള്ളതെല്ലാം വിറ്റ് ശ്രുതിക്കട്ടെ മക്കളെ, ശ്രുതിക്കട്ടെ ഹല്ലേലൂയ. യേശുവേ നന്ദി, ഹല്ലേലൂയ. അരികിൽ വരണേ, ശ്രുതിക്കട്ടെ ഹല്ലേലൂയ. അരികിൽ വരണേ, സദയം തൊടേണേ, സുഖമായി എൻ്റെ ഉള്ളം. ഒരുമിച്ച് എല്ലാവരും അരികിൽ വരണേ, സദയം തൊടേണേ, സുഖമായി എൻ്റെ ഉള്ളം. ഇതിങ്ങനെ കുറച്ചു നേരം പാടിക്കഴിഞ്ഞാൽ കണ്ണു നിറയും നമ്മുടെ. എന്താ കാര്യം? കർത്താവിനോട് പറയണതാണ് അരികിൽ വരണേ. പിന്നെന്താ പറയണത്? സദയം തൊടണേ, എന്നെ തൊടണേ. എന്താണ്? സുഖമായിടും, എൻ്റെ കുടുംബത്തിൽ സമാധാനം ഉണ്ടാകും. രണ്ട് വരിയേ ഉള്ളൂ. ഇത് അഭിഷേകമായത് കൊണ്ടാണ് ഇവർ ആവർത്തിക്കുന്നത്. അല്ല പാട്ട് പാടാൻ വേണ്ടി മനഃപൂർവ്വം പാട്ട് പാടിപ്പോകുകയല്ല. ഇത് അഭിഷേകമായി കിട്ടിയത് കാരണമാണ് ഇവരിത് പ്രാർത്ഥന, അത് ആ പാട്ടിൻ്റെ രീതി മാറി അതൊരു വ്യക്തിബന്ധത്തിൻ്റെ സ്നേഹപ്രകടനമായി അങ്ങോട്ട് മാറുകയാണ്. എന്നിട്ട് ദൈവത്തോട് ഇത് പാടുമ്പോൾ നമുക്ക് വല്ലാത്ത പ്രണയവും സ്നേഹവും അങ്ങോട്ട് തോന്നും. അങ്ങനെ ദൈവസ്നേഹം തോന്നി തുടങ്ങുമ്പോൾ ദൈവത്തിന് വേണ്ടി ചെയ്യുന്ന ജോലികൾ അവർ തന്നെ അവസാന വിനോദിനിയോട് നാട്ടുകാർ പറയാൻ പറഞ്ഞു, നീ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, നീ എവിടെയാണ് പോയി ഉടമ്പടി എടുത്തത്, അവിടെ ഞങ്ങളുടെ കാര്യം കൂടി പറഞ്ഞേക്കണേ എന്ന് ചോദിക്കാൻ വേണ്ടി മാത്രം അവളുടെ പാട്ട് കേട്ടിട്ട് അവരോട് കർത്താവിൻ്റെ തിരുസന്നിധി പ്രാർത്ഥന യാചിക്കുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ മാറുകയാണ്. ഇതാണ് സംഗീത അഭിഷേകം എന്ന് പറയുന്നത്. ഇതിൻ്റെ കൂടെ തന്നെ വ്യത്യസ്തങ്ങളായ വചനാഭിഷേകമുണ്ട്, പ്രാർത്ഥനാഭിഷേകമുണ്ട്. ഇങ്ങനെ ഏതെങ്കിലും ഒരു അഭിഷേകം എൻ്റെ മക്കൾ വാങ്ങിച്ചെടുക്കണം. പ്രാർത്ഥിക്കുക. കർത്താവായ ദൈവമേ, ഈ ആഴ്ചയിൽ തന്നെ എൻ്റെ ഈശോയെ നിന്നെ അറിയാൻ അനുഭവിക്കാൻ കൈമാറാൻ എനിക്ക് സംഗീതത്തിന്റെയോ പ്രാർത്ഥനയുടെയോ ജപമാലയുടെയോ തിരുവചനത്തിന്റെയോ പ്രത്യേക അഭിഷേകം നൽകണമേ. പ്രത്യേക അഭിഷേകം നൽകണമേ. ശ്രദ്ധിക്കട്ടെ. ഞങ്ങളുടെ അഭിഷേക മേഖലയെ തിരിച്ചറിയാനുള്ള സദയം തൊടേണേ, സുഖമായി എൻ്റെ ഉള്ളം. അരികിൽ വരേണേ, സദയം തൊടേണേ, സുഖമായി എൻ്റെ ഉള്ളം. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അപ്പോഴേ എന്ത് സംഭവിച്ചതെന്ന് വെച്ചാൽ പെട്ടെന്ന് ദൈവിക ഇടപെടലുണ്ടാകണം ആ കുടുംബത്തിൽ. പെട്ടെന്ന് അതിനകത്ത് ഏറ്റവും രസം എന്ന് പറയുന്നത് ഇവളുടെ പേരക്കുട്ടിയാണ്, ഈ മകളുടെ കുഞ്ഞുണ്ടല്ലോ. ഇവർ പ്രാർത്ഥനയുടെ സമയം തെറ്റിച്ച കുഞ്ഞ് അമ്മയെ വിളിക്കും, അല്ലെങ്കിൽ അമ്മുമ്മയെ വിളിക്കും, മാതാവിനോട് പ്രാർത്ഥിക്കണില്ലേ എന്ന് ചോദിക്കും. എന്നിട്ട് കുഞ്ഞൊരു മുറിയിരുന്ന് പ്രാർത്ഥിക്കും, അവളുടെ അമ്മ ഒരു മുറിയിരുന്ന് പ്രാർത്ഥിക്കും, വിനോദിന് വേറെ ഇരുന്ന് മുറിയിരുന്ന് പ്രാർത്ഥിക്കും. അവർ മൂന്ന് മുറിയിരുന്ന് പ്രാർത്ഥിക്കുക. അപ്പോൾ ആ കുടുംബത്തിൻ്റെ എല്ലാം ആ പണ്ട് കണ്ട ചാടി വെട്ടാൻ പറ്റുന്ന ആൾക്കാരുടെയൊക്കെ ഒതുക്കം കണ്ടില്ലേ, എന്തൊരു സമാധാനത്തിലേക്ക് പോവുകയാണ്, സന്തോഷത്തിലേക്ക്. അതോടുകൂടി ദൈവിക ഇടപെടുണ്ടായി. അവൾക്ക് അപ്പം തന്നെ എംപ്ലോയ്മെൻറ്റിന് അവളെ വിളിക്കും, അവൾക്ക് ഒരു കൊല്ലത്തേക്ക് വർക്ക് അവിടുന്ന് കൊടുക്കും. അത് പകുതി ആകുമ്പോൾ തന്നെ അവൾ ഗൾഫിലേക്ക് ഖത്തർ എയർവേസിലേക്ക് പോകും. പെട്ടെന്നാണ് കുടുംബത്തിൻ്റെ മുഴുവൻ മുഖച്ഛായ ദൈവം മാറ്റിക്കളയും. അതായത് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ഇതിപ്പോൾ ഇനി തീർക്കണമില്ല, ഇനി 90 ദിവസം ഉണ്ടാവില്ല, 90 ദിവസം കഴിയുമ്പോൾ നടക്കുമായിരിക്കും, ഇല്ല നടന്നാൽ കൊള്ളാമെന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെയുള്ള ആൾക്കാരാണ് അനുഭവങ്ങൾ കുറഞ്ഞു വരുന്നത്. അതുകൊണ്ട് നിങ്ങൾ പേടിക്കണ്ട, നിങ്ങൾക്ക് കാര്യം അറിയാൻ പാടില്ലാത്തതുകൊണ്ട് വന്നപ്പെട്ടപ്പോൾ നിങ്ങളിതിനകത്ത് ഈ ചെയ്യണ ഓരോ കാര്യവും ദൈവസ്നേഹത്തോടെ ചെയ്യണം. എൻ്റെ മക്കൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, ഈ നമുക്കൊരു വിഷയം നമുക്ക് ഫങ്ഷൻ ചെയ്ത് ഒരിക്കലും കർത്താവിനെ തൊടാൻ പറ്റത്തില്ല. കർത്താവിനെ തൊടണമെങ്കിൽ മിഷൻ ചെയ്യണം. തമ്മിൽ ഭയങ്കര വ്യത്യാസമുണ്ട്. നമ്മൾ പല ആൾക്കാരും ചെയ്യണത് ഫങ്ഷനാണ്. ഫങ്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇപ്പോൾ എന്നെ പഠിപ്പിക്കേണ്ട സാറുണ്ട്, ഇന്നും ജീവിച്ചിരിപ്പുണ്ട്. ഒരു വിജയ് സാറ് മരിച്ചുപോയി. അതിലേക്ക് അദ്ദേഹത്തിൻ്റെ മരണം പോലും ഞാൻ അറിഞ്ഞില്ല. എനിക്ക് മലയാളമൊക്കെ ടേസ്റ്റ് എനിക്ക് വന്നത് വിജയ് സാർ പഠിപ്പിച്ചപ്പോഴാണ്. 9ാം ക്ലാസ്സിലും 8ാം ക്ലാസ്സിലും പഠിപ്പിച്ചത്. അപ്പോൾ ഞാൻ ഇന്ന് ഓർക്കും. പക്ഷേ എന്നെ കണക്ക് പഠിപ്പിച്ച സാർ ഇന്നും ജീവിച്ചിരിപ്പുണ്ട്. അപ്പോൾ കണക്ക് പഠിപ്പിക്കുമ്പോൾ എപ്പോഴും ഞങ്ങളോട് പറയുന്ന സംഭവമുണ്ട്, എടാ മക്കളെ എനിക്കിത് അറിയത്തില്ല ഈ കണക്ക്. സാറ് ക്ലാസ്സിൽ പറഞ്ഞാണേ 10ാം ക്ലാസ്സിൽ, ഇത് പുതിയ സിലബസാണ്, എനിക്കറിയത്തില്ല. അതുകൊണ്ട് ഞാൻ വീട്ടിലിരുന്ന് കുത്തിയിരുന്ന് പഠിക്കുകയും ഞാൻ പണ്ട് BA പഠിച്ച കാര്യങ്ങളാണ് നിങ്ങളെ ഈ 10ാം ക്ലാസ്സിൽ ഞാൻ പഠിപ്പിക്കുന്നത്. പക്ഷേ നിങ്ങൾ ഉഴപ്പരുത്, ഞാൻ ശനിയാഴ്ച വരും ഞായറാഴ്ച വരുമെന്ന് പഠിപ്പിക്കാൻ വേണ്ടി. അതായത് അദ്ദേഹത്തിന് അത് പഠിച്ച് വരുന്നതേ ഉള്ളൂ. പക്ഷേ ആ കമ്മിറ്റ്മെൻറ്റ് കണ്ടില്ലേ,
ഞാൻ ശനിയാഴ്ചയും വരും നിങ്ങളെ പഠിപ്പിക്കാൻ, ഞായറാഴ്ചയും വരുമെന്ന്. കാര്യം ഞങ്ങളുടെ നാട്ടിൽ വരണമെന്നുണ്ടെങ്കിൽ ബസ്സൊന്നും വരത്തില്ല, വണ്ടി പോലും വരത്തില്ല. വണ്ടി അന്ന് ഒരു കടലിൽ കൊണ്ടേ വെച്ചിട്ട് അവിടെ നിന്ന് 3 കിലോമീറ്റർ നടന്ന് വരണം. അപ്പോൾ അങ്ങനെ വന്നിട്ട് ഞായറാഴ്ച ശനിയാഴ്ച ഞാൻ വരുമെന്ന് അദ്ദേഹം പറയണത്. അപ്പോൾ ആ ഒരു ആത്മാർത്ഥത കാണുമ്പോൾ നമ്മൾ കൊതിയോടെ അത് പഠിച്ചു പോകും. അത് ടീച്ചർ ഫങ്ഷൻ അല്ല ചെയ്യണത്, മിഷനാണ് ചെയ്യണത്. അതാണ് ഇപ്പോഴും ജീവിച്ചിരിക്കണല്ലേ ആൾ, മിഷൻ ചെയ്തിരിക്കണത്. ഇതുപോലെ ഓരോ കാര്യവും നമുക്ക് ഫങ്ഷനായിട്ട് ചെയ്യാം. ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു സാക്ഷ്യം ഉണ്ടായെന്ന് വെച്ചാൽ, ഒരു മൊഡ്യൂൾ പോയി. ഹിയറിങ് നേരത്തെ ഉടമ്പടി എടുക്കുന്ന മുമ്പ് 3 മൊഡ്യൂൾ പോകുമായിരുന്നു. IELTS ഉടമ്പടി എടുത്തു കഴിഞ്ഞപ്പോൾ കിട്ടുമെന്ന് ഉറപ്പായിട്ട് വിശ്വസിച്ചെങ്കിൽ ഒരു മൊഡ്യൂൾ പോയി. ഒരു മൊഡ്യൂൾ പോയപ്പോൾ അവൾ എന്താ ചെയ്തിരിക്കണത്, അവൾ ഇവിടെ വന്നുവെച്ചും അത് മുഴുവനും റീഫോർമാറ്റ് ചെയ്ത്, എന്ന് വെച്ച് കഴിഞ്ഞാൽ നടപടിക്രമങ്ങൾ മാറ്റി. അവർ വന്നിട്ട് അവൾ പറയുന്നുണ്ട്, ആ കുട്ടി പറയുന്നുണ്ട്, അതായത് എനിക്ക് ഈ രോഗികളെ എങ്ങനെ പോയി കാണും, നമ്മൾ ആശുപത്രി ചെയ്യുമ്പോൾ കന്യാസ്ത്രീമാർ കടത്തി വിടുവോ, രോഗികളോട് എന്ത് സംസാരിക്കും, നമ്മൾ സംസാരിക്കുമ്പോൾ അവരെന്തിങ്ങോട്ട് പറയും, അവർ പറയണത് നമുക്ക് അവരോട് നമ്മൾ സംസാരിക്കണത് അവർക്ക് ഇഷ്ടപ്പെടുമോ, ഇങ്ങനെ കുറേ നൂലാമാലകൾ ഇവർ അത് ഉഴപ്പിയാണ് സംഭവം ചെയ്യണത്. കാര്യം അവിടെ അഭിഷേകം ആയിട്ടില്ല സംഭവത്തിന്. രോഗികളെ കാണുന്നതിന് പ്രത്യേക അഭിഷേകമുണ്ട്. കാര്യം അത് ഇപ്പോൾ ഇന്ന ആളിന് അഭിഷേകം എന്ന് പറയാൻ പറ്റത്തില്ല. ഇപ്പോൾ കഴിഞ്ഞ വർഷങ്ങളിൽ ഇവിടെ ഒരു മാർക്സിസ്റ്റ് പാർട്ടിയുടെ, അവർ പണ്ട് മാർക്സിസ്റ്റ് പാർട്ടിയിലായിരുന്നു, ഞാൻ ഇവിടെ ഈ വർക്ക് ചെയ്യുന്ന കാലത്ത് അവർ പഞ്ചായത്ത് മെമ്പറായിരുന്നു ഇവിടുത്തെ. അപ്പോൾ ഇവിടെ ഹോസ്പിറ്റൽ മിഷൻ തുടങ്ങിയപ്പോൾ അവർ കൈപൊക്കി കൊണ്ടത് ആദ്യത്തെ ആളാണ്, ഞാൻ ആശുപത്രിയിൽ പോകാമെന്നും പറഞ്ഞു. അപ്പോൾ അവരെന്നാ വെച്ച് കഴിഞ്ഞാൽ അവർ പത്രം വാങ്ങിച്ചിട്ട് തുറവൂരുകാരത്തിയാണ്, ഇപ്പോഴും ഇവിടുത്തെ മെയിൻ പ്രവർത്തകയാണ്. അവർ പത്രം വാങ്ങിച്ചിട്ട് തുറവൂരിൽ നിന്ന് ഇതുപോലെ അമ്പലപ്പുഴ പോയി ആശുപത്രി ഇരുന്ന്, കായംകുളത്തും പോയി ആശുപത്രി ഇരുന്ന് ഈ പത്രം കൊടുക്കുക. അപ്പോൾ ചില രോഗികൾക്ക്, പ്രായമുള്ള രോഗികൾക്ക് കണ്ണ് കാണത്തില്ലല്ലോ. അപ്പോൾ അവർ കണ്ണ് കാണുന്നില്ലെന്ന് പറയുമ്പോഴേ ഇവർ ആ പത്രം അവിടെ ഇരുന്നുകൊണ്ട് അവരെ വായിച്ച് കേൾപ്പിക്കും, കണ്ണ് കാണാൻ പാടില്ലാത്തവരെ. അതാണ് ഫങ്ഷൻ, അതാണ് മിഷൻ എന്ന് പറയുന്നത്. അവർ അക്രൈസ്തവ ഈഴവ സഹോദരിയാണ്, മാർക്സിസ്റ്റ് പാർട്ടിയുടെ പ്രവർത്തകയാണ്. പക്ഷേ അവർ അഭിഷേകമുണ്ട് അവർക്ക്. പക്ഷേ അതേസമയം തന്നെ മറ്റുള്ളവർക്ക് പത്രം കിട്ടുമ്പോൾ കണ്ണ് കാണാൻ പാടില്ല, എന്താ ചേട്ടൻ വായിക്കണ്ട, കണ്ണ് കാണാൻ കൊടുക്കാമെന്ന് പറഞ്ഞാൽ അടുത്ത ബെഡേ പോയി കൊടുക്കും. ഇതാണ് ഫങ്ഷൻ എന്ന് പറയണത്. മിഷൻ എന്ന് പറയുന്നത് കണ്ണ് കാണാൻ പാടില്ലേ, കുഴപ്പമില്ല ചേട്ടാ, ഇത് കർത്താവിൻ്റെ വചനങ്ങളാണ്, ഇത് ഞാൻ വായിച്ച് ഏൽപ്പിച്ച് തരാമെന്ന് പറഞ്ഞാൽ കട്ടിലിരുന്നിട്ട് വായിച്ച് ഏൽപ്പിച്ച് കൊടുക്കും. ഇത് ചെയ്യണത് നോൺ ക്രിസ്ത്യൻസാണ് ചെയ്യണത്. അതാണ് പ്രശ്നം. ഉടമ്പടിയുടെ ഹാർവസ്റ്റിംഗ് നോക്കിയാൽ നിങ്ങൾക്കറിയാം, റേറ്റിംഗ് ഒപ്പത്തിനൊപ്പം നിൽക്കുകയാണ്. അതായത് ഉടമ്പടിയുടെ ഹാർവസ്റ്റിംഗ് നോക്കുമ്പോൾ ആർക്കാണ് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റണത്, ആർക്കാണ് ദൈവസ്നേഹത്തോടു കൂടി ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റണത്, അവർ കൂടുതൽ കൊയ്യും. ആർക്കാണ് കൊടുക്കണത്, ആ സന്തോഷത്തോടെ പോയി ആ വചനം വായിച്ചോളൂ. ശ്രുതികട്ടെ ഹല്ലേലൂയ. മത്തായി 13:44. മത്തായി സുവിശേഷം 13:44 വാക്യം വായിച്ചോളൂ. സ്വർഗരാജ്യം വയലിൽ ഒളിച്ചു വെച്ചിരിക്കുന്ന, സ്വർഗരാജ്യം വയലിൽ ഒളിച്ചു വെച്ചിരിക്കുന്ന നിധിക്ക് തുല്യം. അത് കണ്ടെത്തുന്നവൻ അത് മറച്ചു വെക്കുകയും സന്തോഷത്തോടെ പോയി തനിക്കുള്ളതെല്ലാം വിറ്റ് ആ വയൽ വാങ്ങുകയും ചെയ്യുന്നു. അപ്പോഴേ ക്രിസ്തുവിനെ നേടാൻ വേണ്ടി നമുക്ക് ഉള്ളത് ചിലപ്പോൾ ഉറക്കമാണ്. ഞാൻ എൻ്റെ ജീവിതത്തിൽ ഒത്തിരിയേറെ ഉറക്കം കൊടുത്തിട്ടുണ്ട് ദൈവത്തിന്. കാര്യം 2 മണി വരെ ഇരുന്നൊക്കെ വായിക്കുകയും പഠിക്കുകയും പ്രാർത്ഥിക്കുകയും, രാത്രി തന്നെ 12 മണി തൊട്ട് 2:30 മണി വരെ നിന്ന് 10 കൊല്ലം സെമിനാരി പ്രാർത്ഥിച്ചിട്ടുണ്ട്. അതിൻ്റെ ഭവിഷ്യത്വം ഉണ്ടാവുകയെ, ഭവിഷ്യത്തൊക്കെ കർത്താവ് നോക്കണം. അതെൻ്റെ വിഷയമല്ലെന്ന് ഞാൻ പറയും. അതെന്ത് സംഭവിച്ചു കഴിഞ്ഞാൽ അത് നമ്മൾ ചെയ്യണത് സന്തോഷത്തോടെയാണ്, അല്ലാതെ അയ്യോ ഇനി ഉറക്കം പോവില്ല, അയ്യോ ഇന്ന് അങ്ങനെ എന്തെങ്കിലും തരത്തിൽ ഇനി 10 പത്രം കൂടി ഉണ്ടല്ല, ഇത് ആർക്ക് കൊടുക്കാനാണ്, കൊടുത്ത വീട്ടിൽ തന്നെ കൊടുക്കുമ്പോൾ ചില വീട്ടിൽ ചെല്ലുമ്പോൾ അവർ പറയും ഇത് ഞങ്ങൾക്ക് കിട്ടിയതാണെന്ന് പറയും. അപ്പോൾ പിന്നെ എന്ത് ചെയ്യും, അപ്പോൾ ആ 2 വീട്ടിൽ ചെല്ലുമ്പോൾ പറയും ഇത് ഞങ്ങൾക്ക് കിട്ടിയതാണെന്ന് പറയും. അപ്പോൾ അങ്ങനെ പറയുമ്പോൾ കൊടുക്കാതെ പോരും, അത് കൊണ്ടുവന്ന് വീട്ടിൽ വെക്കും. അതെങ്ങനെയാണ് വീട്ടിൽ വെക്കണത്, അളിഞ്ഞ മോന്തമായിട്ടാണ് പോരണത്. അതാണ് കുഴപ്പം. മിഷനല്ല, അപ്പോൾ അത് ഫങ്ഷനാണ്, അഭിഷേകമായിട്ടില്ല. മറിച്ച് അവർക്ക് കൊടുക്കാൻ പറ്റത്തില്ലെങ്കിൽ അടുത്ത വീട്, ഏത് വീടാണ് പത്രം കിട്ടാത്തത് അവിടം വരെ പോകാനുള്ള സന്തോഷം ഉണ്ടാകണം.
കാര്യം മിഷൻ ചെയ്യണത് അങ്ങനെയാണ്, മറ്റതെല്ലാം ഫംഗ്ഷനാണ്. പ്രാർത്ഥിക്കുക, കർത്താവായ ദൈവമേ അഭിഷേക വഴികളിലെ ഫംഗ്ഷൻ അല്ലാതെ മിഷൻ ചെയ്യാൻ സന്തോഷത്തോടെ ചെയ്യാൻ എനിക്ക് പ്രത്യേക അഭിഷേകം നൽകണമേ. ശ്രുതികട്ടെ നിന്നെ അറിയിക്കുവാൻ അറിഞ്ഞവരെ നിൻ കൃപ മതി എനിക്ക്, നാഥാ നീ മതി എനിക്ക്, നിൻ കൃപ മതി എനിക്ക്. എൻ്റെ മക്കളുടെ ചിലരിങ്ങനെ പുതുക്കി ഉടമ്പടി മുന്നേറണ കാണാം. എനിക്ക് ഉടമ്പടി 2 പ്രാവശ്യം പുതുക്കി കഴിഞ്ഞാൽ എനിക്ക് നിങ്ങളോട് പറയാനുള്ള അപേക്ഷ, നിങ്ങൾ ആ വിഷയം വിട്ടുകളയണമെന്ന് ഞാൻ പറയത്തുള്ളൂ. ഇപ്പോൾ 2 പ്രാവശ്യം മീൻസ് 90/90 180 ദിവസം നിങ്ങൾ പുതുക്കി ഓരോ വിഷയം വെച്ചാൽ പുതുക്കണത് അല്ലേ. ഇനി 3-ാം പ്രാവശ്യം നിങ്ങൾ പുതുക്കുകയാണെങ്കിൽ ആ വിഷയം നിങ്ങൾ വിട്ടുകളയണം. എന്താ കാര്യം എന്നറിയാമോ? വിഷയം വെച്ചോ, പക്ഷേ അത് നിങ്ങൾ ചോദിച്ചുകൊണ്ട് നടക്കരുത്. എനിക്ക് ജോലിയില്ലല്ലോ, എനിക്ക് കല്യാണം ഇല്ലല്ലോ, എൻ്റെ ചിട്ടി വീണില്ലല്ലോ, എൻ്റെ ലോൺ പാസ്സായില്ലല്ലോ, വിഷയം ചോദിച്ചുകൊണ്ട് നടക്കരുത്. അതായത് 2 പുതുക്കി കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ വിഷയം വിട്ടുകളയണം. പിന്നെ എന്ത് വിഷയം എടുക്കണം? വിട്ടുകളല്ല, നിങ്ങൾ എടുക്കേണ്ട വിഷയമുണ്ട്. എടുക്കേണ്ട വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രസൻസ് ഓഫ് ഗോഡാണ്. കർത്താവേ, നിൻ്റെ ആനുകൂല്യങ്ങളും അനുഗ്രഹമല്ല, നീയാണ് എനിക്ക് വേണ്ടത്, വിലപ്പെട്ടവൻ. പറഞ്ഞ മനസ്സിലായില്ലേ? നമ്മുടെ കാര്യം ഈ നൊവേന ദിവ്യകാരുണ്യ ആരാധനയിൽ ഇവിടെ കൂടുമ്പോഴല്ലേ സാന്നിധ്യമുള്ളൂ. ദിവ്യകാരുണ്യ ആരാധന വെക്കുമ്പോഴേ ആ ആരാധന നടക്കുന്ന സമയത്താണ് എൻ്റെ സാന്നിധ്യം നമുക്ക് സംലഭ്യമാക്കണത്. അത് കഴിയുമ്പോൾ കുർബാന അടക്കം ചെയ്യും. പക്ഷേ ഉടമ്പടിയെ സംബന്ധിച്ചിടത്തോളം ഈ സാന്നിധ്യം ദേവാലയത്തിൻ്റെ പുറത്തേക്ക് പോകും. പറഞ്ഞ മനസ്സിലായില്ലേ? ഈ വ്യത്യാസമുണ്ട്. ഈ വ്യത്യാസം മനസ്സിലാക്കണം. നിങ്ങൾ പുതുക്കി കഴിയുമ്പോൾ ഉടനെ എൻ്റെ ജോലി, എൻ്റെ വീട്, എൻ്റെ വിവാഹം, ഇപ്പോഴും നിങ്ങൾ ആ വിഷയത്തിൻ്റെ അടിസ്ഥാനം മാറ്റിയിട്ട് നിങ്ങളുടെ വിഷയം, എൻ്റെ വിഷയമേ കർത്താവേ നീയാണെന്ന് പറയണം. എന്താണ്? കാരണം ഉടമ്പടിയുടെ പ്രധാനപ്പെട്ട ദൈവത്തിൻ്റെ നിയോഗം എന്താണ്? പ്രസൻസാണ്. മറ്റ് ജപമാലയിൽ നിന്ന്, നൊവേനയിൽ നിന്ന്, പള്ളികളിൽ നടക്കുന്ന ആരാധനകളിൽ നിന്ന് ഉടമ്പടിയെ വ്യത്യസ്തമാക്കുന്നത് ഈ പ്രസൻസാണ്. പ്രസൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ദൈവ സാന്നിധ്യം. ഉടമ്പടി ചെയ്യുമ്പോൾ ആദ്യമായിട്ട് എബ്രഹാത്തിനോട് ചെയ്തപ്പോഴും, അതുപോലെ തന്നെ മോസസിനോട് ചെയ്യുമ്പോഴും, ജോഷുവയോട് ചെയ്യുമ്പോഴും ദൈവം പറയണത് ഈ സാന്നിധ്യമാണ്. എന്താണ്? ഐ വിൽ ബി വിത്ത് യു വേർ യു ഗോ, ഐ വിൽ കം വിത്ത് യു. എവിടെ നീ പോയാലും ഞാൻ നിൻ്റെ കൂടെ വരും. അപ്പോൾ ഉൽപ്പത്തി 33:14 ജോഷുവ 9:1. അതെല്ലാം ഇതെല്ലാം സാന്നിധ്യത്തിൻ്റെതാണ്. ഈ സാന്നിധ്യം ഉടമ്പടിയിലുള്ള ഈ വാഗ്ദാനം ചെയ്തിരിക്കുന്ന ദൈവത്തിൻ്റെ സാന്നിധ്യം ഏറ്റവും കൂടുതൽ അനുഭവിക്കണത് ഈ കാലത്ത് മനുഷ്യർ അനുഭവിക്കണത് മരിയൻ ഉടമ്പടിയിൽ നിന്നാണ്. അങ്ങനെയാണ് ഈ സഞ്ചാരി മാതാവൊക്കെ വന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു സാക്ഷ്യമുണ്ടായി. ജയമോള് തെരേസ സുനിൽ മണർകാട് പാലക്കാട് മണർകാടിൽ നിന്ന് തെരേസ സുനിൽ എന്ന് പറഞ്ഞൊരു മോള് സാക്ഷ്യമായി. അപ്പോൾ ഇവളെ പല കാലങ്ങളിൽ ഉടമ്പടി എടുക്കണം, ഉടമ്പടിക്ക് പോകണം എന്നൊക്കെ പറഞ്ഞ് ഇവൾ മനസ്സിൽ ചിന്തിക്കുന്നുണ്ട്. പക്ഷേ ഒറ്റയ്ക്ക് ഈ പാലക്കാട് മണർകാട് നിന്ന് അവിടെ നിന്ന് ആരാ വരുന്നതെന്നൊന്നും അറിയാൻ പാടില്ലല്ലോ. ഇപ്പോൾ അവിടെ നിന്ന് 10 പേര് വരുന്നുണ്ടെങ്കിൽ 10 സ്ഥലത്തു നിന്നല്ലേ വരണത്. മണർകാട് തന്നെ പല സ്ഥലത്തു നിന്നല്ലേ ആൾക്കാർ വരുന്നത്. അപ്പോൾ അവർക്ക് തമ്മിൽ അറിയത്തില്ല എങ്ങനെ. അപ്പോൾ ഞാനെങ്ങനെ ഒറ്റയ്ക്ക് പോകും ആലപ്പുഴ, ഞാനെങ്ങനെ ഉടമ്പടി എടുക്കും, ഉടമ്പടി എടുത്താൽ എൻ്റെ പ്രശ്നം തീരും എന്നിവർ മനസ്സിൽ പറയുന്നുണ്ട്. പണ്ട് രക്തസ്രാവക്കാരോഗി പറഞ്ഞ പോലെ മനുഷ്യൻ പറയണേ, അവൻ്റെ വസ്ത്രത്തിൻ്റെ വിളിമ്പിലെങ്കിലും സ്പർശിച്ചാൽ ഞാൻ സൗഖ്യം പ്രാപിക്കുമെന്ന് അവൾ ഉള്ളിൽ കരുതിയിരുന്നെന്ന് പറയത്തില്ലേ. ഈ ഉള്ളിൽ കരുതിയ ആൾക്കാർ ഇന്നുകൊണ്ട് ഈ തെരേസ സുനിലെ മണ്ണക്കാട് പാലക്കാട് ഈ വിഷയമാണ്. അതായത് അവളുടെ പ്രശ്നം എന്താ? പട്ടയം കിട്ടണില്ല, അതാണ് പ്രശ്നം. പട്ടയം പുരയിടത്തിന് 10-40 സെൻറ്റ് ജീവിക്കാൻ ഭൂമിയുണ്ട്, ഈ ജീവനാംശത്തിന് പട്ടയമില്ല, അതാണ് പ്രശ്നം. അതിന് ഭയങ്കര കുരുക്കുകളും വേറെ ആൾക്കാരുടെ തർക്കങ്ങളും വേറെ ആൾക്കാരുടെ ബെൻഡ് വെപ്പും കൊണ്ട് വർഷങ്ങളായിട്ട് പട്ടയമില്ല. അതുകൊണ്ട് ഉടക്കാനും തുളക്കാനും പറ്റത്തില്ല, ലോൺ എടുക്കാൻ പറ്റത്തില്ല, ഈട് വെക്കാൻ പറ്റത്തില്ല, ഇങ്ങനെ പൊറുക്കണമെന്ന് മാത്രം. വീട് പോലും മര്യാദയ്ക്ക് റിപ്പയർ ചെയ്യാൻ പറ്റത്തില്ല, കാര്യം പറ്റിച്ചിട്ട് ചോദിക്കും. നമ്മൾ വീട് റിപ്പയർ ചെയ്യാൻ ചെല്ലുമ്പോഴും അതിൻ്റെ നമ്പർ ഇടാൻ ചെല്ലുമ്പോഴും പറ്റിയിട്ട് ചോദിക്കും. അപ്പോൾ നിന്നുറഞ്ഞു പോണ ഒരു ജീവിതമാണ്. പട്ടയം കിട്ടുന്നത് നമുക്ക് നിസ്സാരമാണ്, അത് അനുഭവിക്കുന്നവർക്കറിയാം. നിന്നുറഞ്ഞു പോണ ജീവിതമാണ്. അപ്പോൾ ഈ തെരേസ സുനിൻ്റെ മനസ്സിലുണ്ട്, ആലപ്പുഴ പോയാൽ അമ്മയുടെ ഉടമ്പടി ചെയ്താൽ രക്ഷപ്പെടും, പക്ഷെ ഞാനെങ്ങനെ പോകും? അതാണ് അവൾ വിചാരിക്കുന്നത്. എനിക്കറിയത്തില്ല ആരാണ് പോണത്. ആലപ്പുഴ ഒന്നും വന്നിട്ടില്ല, എറണാകുളത്ത് പോലും വന്നിട്ടില്ല. പാലക്കാട് നിന്ന് വരണവേ
ഞാൻ ഈ സൈലൻറ്റ് വാലിലൊക്കെ 2 പ്രാവശ്യം പോയത് കാരണം എനിക്കിത് സ്ഥലങ്ങളൊക്കെ കൃത്യമായിട്ട് അറിയാം. അതുപോലെ നമ്മൾ ഇപ്പോൾ സെക്യൂരിറ്റി പോകുമ്പോഴും മണ്ടക്കാട് വഴിയല്ലേ ചെല്ലി പോകുന്നത്, അപ്പോൾ സ്ഥലം അറിയാം. പക്ഷേ അവിടുന്ന് ആ ഇടഗ്രാമങ്ങളിൽ നിന്ന് നമ്മൾ വരികയെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ വരികയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒറ്റയ്ക്ക് വരിക പാടാണ്. അപ്പോൾ ഇവിടെ ഇങ്ങനെ സങ്കടപ്പെടും, മാതാവേ ഞാൻ എങ്ങനെ വരും, ആരെങ്കിലും എന്നെ കൂട്ടുകൊണ്ട് പോയിച്ചെങ്കിൽ, ഇവിടെ വരുന്ന ആരെങ്കിലും കണ്ടേച്ചെങ്കിൽ, എങ്കിലും കാശൊക്കെ വേണ്ടേ, ഇവിടെ വന്ന് പോകണമെന്ന് വെച്ചാൽ 1000-800 രൂപയെങ്കിലും വേണ്ടേ എന്ന് വിചാരിച്ച് ഇങ്ങനെ ഇരിക്കുക, മടുത്തും മടിഞ്ഞുമൊക്കെ ഇരിക്കുന്ന സമയത്ത് ഒരു ദിവസം ഒരു ചാരമേഘം ഇവളുടെ മുറിയിലോട്ട് കയറി വരും. ഒരു അപ്പോൾ ഇവിടെ ആകെപ്പാടെ തണുത്ത് പോകും. ഒരു ചാരമേഘം ഇങ്ങനെ കയറി വരും അവളുടെ മുറിയിലോട്ട്. ഉടനെ ഇവളങ്ങ് തണുത്ത് പോകും. അതോടുകൂടി ഇവള് വിളിച്ച് കൂട്ടുകാരത്തെ വിളിക്കും, എടി ഒരു ചാരമേഘം വന്നു എന്നെ തണുപ്പിച്ചെന്ന് പറയും. ഉടനെ കൂട്ടുകാരത്തി പറയും, എടി അത് കൃപാസനം മാതാവാണ്, നീ പോയി ഉടമ്പടി ചെയ്യും, നിൻ്റെ പട്ടയത്തിൻ്റെ കാര്യം അമ്മ ചെയ്തു തരുമെന്ന് പറയും. ഇത് അവൾക്ക് ഈ കൂട്ടുകാരത്തിക്ക് ഇതിനെക്കുറിച്ച് കൂട്ടുകാരത്തിൻ്റെ ബന്ധുവാണ്, ബന്ധുവിന് ഇതിനെക്കുറിച്ച് കേട്ടപ്പോൾ തന്നെ അഭിഷേകമായി. അതുകൊണ്ടാണ് പിറ്റേ ദിവസം അവളെ കാറെടുത്തോണ്ട് വന്ന് ഇവളെ പിക്കപ്പ് ചെയ്ത് നേരെ ഇവിടെ കൊണ്ടുവന്ന് ഉടമ്പടി ചെയ്ത് ഒരാഴ്ചക്കുള്ളിൽ അമ്മ പട്ടയം എഴുതി കൈ കൊടുത്തു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കൈയടിച്ച് ഉടമ്പടി ചെയ്യുമ്പോൾ ഞങ്ങളുടെ കൂടെ സഞ്ചരിക്കുന്ന പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യത്തിന് ഞങ്ങൾ നന്ദി പറയുന്നു. ഹല്ലേലൂയ. സ്വർഗീയ പൊന്മലരേ, കൃപാസനത്തിൻ്റെ അമ്മേ, പ്രസാദപരമാതാവേ, വാഗ്ദാന പേടകമേ, സ്വർഗീയ പൊന്മലരേ, കൃപാസനത്തിൻ്റെ അമ്മേ, പ്രസാദപരമാതാവേ, ആവേ 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 മരിയ, ആവേ 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 മരിയ, ആവേ 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 മരിയ, ആവേ 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 മരിയ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഈ സഭ ഉണ്ടായിട്ട് കേൾക്കാത്ത കാര്യങ്ങളൊക്കെയാണ് ഇപ്പോൾ ആൾക്കാർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അവിടെ സാക്ഷി യൂട്യൂബിൽ കിടപ്പുണ്ട്, നോക്കിയാൽ മതി. നമ്മൾക്ക് അതായത് വേറെ ഒരു ലെവലാണ് ഈ സംഭവം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നിങ്ങൾ കുറച്ച് വൃത്തിയായിട്ട് ഇൻവെസ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞതിൻ്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒക്കുക എന്ന് പറഞ്ഞ് ചില ആൾക്കാർ പിടിച്ചു വെച്ചാണ്, വിട്ടുകൊടുക്കാതെയാണ് ഉടമ്പടി ഇരിക്കുന്നത്. അതുകൊണ്ടാണ് നിങ്ങൾക്ക് ലാഗ് ചെയ്യണത്. ചിലക്ക് താമസിക്കുന്നില്ലേ, ഇപ്പോൾ പല കാര്യങ്ങളും വിട്ടുകൊടുക്കാതെയാണ് ചെയ്യണത്. ഇപ്പോൾ പറഞ്ഞു, ഇപ്പോൾ ഒരു അവളുടെ 3 മൊഡ്യൂൾസ് പോയപ്പോൾ ഉടമ്പടി ചെയ്ത് കഴിഞ്ഞപ്പോൾ എല്ലാം കിട്ടുമെന്ന് വിചാരിച്ചു. പക്ഷേ ഒരു മൊഡ്യൂൾ പോയി. അപ്പോൾ അവളെന്താ ചെയ്തിരിക്കുന്നത്, അവൾ നേരെ പാലായി നിങ്ങോട്ട് വന്നിട്ട് 5 കെട്ട് പടത്തറം മേടിച്ചുകൊണ്ട് പോയി. മനസ്സിലായില്ലേ? അതാണ് വിഷയം. അങ്ങനെ രീതി മാറ്റിക്കളഞ്ഞു. രീതി മാറ്റിയിട്ട് 2-3 ഗവൺമെൻറ് ആശുപത്രി ഇപ്പോൾ രോഗികളെല്ലാം കണ്ട് എന്താ സംഭവിച്ചു കഴിഞ്ഞാൽ, ദൈവം ഒന്ന് തോപ്പിക്കുമ്പോൾ നമ്മൾ അതിന് പൂർവാധികം ശക്തി പ്രാപിച്ചുകൊണ്ട് നമ്മുടെ വിശ്വാസവും വിശ്വസ്തതയും അങ്ങോട്ട് പ്രകടിപ്പിച്ച് കഴിയുമ്പോൾ ദൈവത്തിൻ്റെ ഒരു ഗുണം എന്താ, ദൈവം വിശ്വസ്തനല്ലേ. അപ്പോൾ നീ വിശ്വസ്തത കാണിച്ചാൽ പിന്നെ ദൈവം പിന്നെ അവിടെ ഒന്നും വർക്ക് ചെയ്യത്തില്ല. കാര്യം നീ അത് ഇപ്പോൾ കണക്ക് സാറിനെ പോലെ നിൻ്റെ കണക്കും വഴിയും ശരിയാണെങ്കിൽ ഫുൾ മാർക്ക് കിട്ടും. ദൈവത്തിൻ്റെ രീതി അതാണ്. ഇപ്പോൾ നമ്മൾ എക്കണോമിക്സ് അല്ലെങ്കിൽ ഹിസ്റ്ററി എത്ര എഴുതിയാലും നമുക്ക് 100 മാർക്കിൻ്റെ, അപ്പോൾ 20 മാർക്കിൻ്റെ ചോദ്യം ഹിസ്റ്ററിയാണ് നമ്മൾ എഴുതണമെങ്കിൽ, അല്ലെങ്കിൽ മലയാളമാണ് എഴുതണമെന്നുണ്ടെങ്കിൽ സാറ് നമുക്ക് 20 മാർക്കിൻ്റെ ചോദ്യത്തിന് 20 മാർക്കും തരത്തില്ല. അവർ 18 മാർക്ക് തരും മാക്സിമം. 2 മാർക്ക് വല്ല തെറ്റും ഉണ്ടാകുന്ന അവർ സ്വയം ഗണിക്കും. ഒരു തെറ്റും ഉണ്ടാകത്തില്ലേ പക്ഷേ ഈ സ്വയം ഗണിതം കണക്കിലില്ല. കണക്ക് വഴിയും സത്യം ഉത്തരം കറക്റ്റാണെങ്കിൽ അതിൻ്റെ 20 മാർക്കും കിട്ടും. ദൈവം ഈ കണക്കിൻ്റെ ആളാണ്. എന്ന് വെച്ചാൽ നീ വിശ്വസ്തതയാണ് കാണിച്ചിരിക്കണമെന്നുണ്ടെങ്കിൽ ദൈവത്തിന് വിശ്വസ്ത വെള്ളം ചേർക്കത്തില്ല, അതിനോട് ഇരട്ടി നിനക്ക് കാണിച്ചു തരും. 3ാമത്തെ പുതുക്കിലേക്കാണ് നിങ്ങൾ വന്നിരിക്കണമെങ്കിൽ വിഷയം വിട്ട് കളയണം. പിടിയാ, ഇനി വിഷയം കൊണ്ടിരിക്കരുത്. വിഷയം എഴുതണമേ, വിഷയം എഴുതാതിരിക്കരുത്. പക്ഷേ നിങ്ങളെ തലയെ കൊണ്ട് നടക്കരുത്. നിങ്ങൾ തലയെ കൊണ്ട് നടക്കേണ്ടത് എന്താണ്? കർത്താവേ, നിൻ്റെ സാന്നിധ്യത്താൽ എന്നെ അഭിഷേകം ചെയ്യണമേ. കാര്യം ഉടമ്പടി പോലെ സാന്നിധ്യത്തെ വാഗ്ദാനം ചെയ്യുന്ന മറ്റൊരു പ്രാർത്ഥനയില്ല. കാര്യം നീ ചെയ്യണ എല്ലാ കാര്യങ്ങളും കർത്താവിൻ്റെ സാന്നിധ്യം ഉറപ്പുവരുത്തുന്നതാണ്. പ്രിയപ്പെട്ടവരെ, ഞാൻ സാന്നിധ്യം എന്ന് പറഞ്ഞില്ലേ, സാന്നിധ്യം എന്ന് പറയണത്, ഉടമ്പടി സാന്നിധ്യം എന്ന് പറയണത് അതിനകത്തെ പ്രകടനപരതയെക്കുറിച്ചാണ് ഞാൻ സംസാരിച്ചത്.
സാന്നിധ്യം രണ്ട് തരമുണ്ട്. അലൗകികമായ സാന്നിധ്യമുണ്ട്, അല്ലേ? പരിശുദ്ധ കുർബാന നമ്മൾ സ്വീകരിക്കുമ്പോൾ വിശുദ്ധിയോടെ സ്വീകരിക്കുന്ന വ്യക്തികളിൽ കർത്താവിൻ്റെ പ്രത്യേക സാന്നിധ്യമുണ്ട്. പക്ഷേ അടയാളം കാണാൻ നിർബന്ധമില്ല. ഉടമ്പടിയിലുള്ളത് വെച്ചാൽ അടയാളം കാണും. ഇപ്പോൾ സഞ്ചാരി മാതാവ് വെന്റിലേറ്റർ വന്നെന്നൊക്കെ പറയണില്ലേ, അത് അടയാളമാണ്. ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരാൾ വെന്റിലേറ്ററിലാണ്, ആ സാക്ഷ്യം കേട്ടത് നിങ്ങൾ കണ്ടു കാണുമോ അല്ലേ? വെന്റിലേറ്ററിലാണ്. അയാൾക്ക് നമ്മുടെ കൃപാസനത്തെക്കുറിച്ച് മാതാവിനെക്കുറിച്ച് ഒന്നും അറിയത്തില്ല. അയാൾ വെന്റിലേറ്ററിലാണ്, ബ്രെയിൻ ഡെത്തിനോട് അടുത്ത് നിൽക്കണ അയാൾ. പക്ഷേ അയാളുടെ അവബോധ മനസ്സിൽ ഒരു ചാരക്കള്ള രൂപം തെളിഞ്ഞു വരും. അതായത് കാര്യം അയാളുടെ വൈഫ് ഓൺലൈൻ ഉടമ്പടി എടുത്തിരിക്കുകയാണ്. വൈഫ് ഓൺലൈൻ ഉടമ്പടി എടുത്ത് കഴിയുമ്പോൾ കാര്യം ഹസ്ബൻഡ് എങ്ങനെ ഈ ഒരു അവസ്ഥയിലായി, ഐസിലായിപ്പോയി, വെന്റിലേറ്ററായി, ബോധമില്ല. പക്ഷേ ഈ ഓൺലൈൻ ഉടമ്പടി എടുക്കുന്നതോടുകൂടി വൈഫ് അത് കറക്റ്റായിട്ടാണ് നിറവേറുന്നത്. ഓൺലൈൻ ഉടമ്പടി എന്ന് വെച്ചാൽ നേർച്ച വസ്തുക്കൾ കിട്ടത്തില്ലെന്നല്ലേ ഉള്ളൂ, ബാക്കി ഉടമ്പടി എല്ലാ അനുഗ്രഹങ്ങളും അവർക്ക് കിട്ടുമല്ലോ. അത് വൃത്തിയായിട്ടാണ് അവർ ചെയ്യണമെന്നുണ്ടെങ്കിൽ. അപ്പോഴേ വൈഫ് ഉടമ്പടി എടുത്തപ്പോൾ സംഭവിച്ചതാണ്, ഇയാളുടെ ബോധ മനസ്സിൽ ഒരു ചാര നിറത്തിലുള്ള രൂപം പ്രത്യക്ഷപ്പെടും. കുറച്ച് കഴിയുമ്പോൾ ഇയാൾക്ക് ബോധം വരും. അതേ നേരം ബോധമില്ലാതെ കിടക്കുകയാണ്, വെന്റിലേറ്ററിലല്ലേ കിടക്കണത്. അതിനുശേഷം ഇയാളെ പിന്നെ അയാൾ പിക്കപ്പ് ചെയ്ത് വരികയാണ്. അപ്പോഴദ്ദേഹത്തിന് മാതാവിൻ്റെ പടം കാണിച്ചപ്പോഴാണ് അറിയണത് ഈ രൂപം ഇയാൾ മനസ്സിൽ നേരത്തെ കണ്ടതാണ്. പക്ഷേ ഈ രൂപത്തെക്കുറിച്ച് നേരത്തെ ഇയാൾക്ക് അറിയത്തില്ല. ഈ രൂപം കണ്ടപ്പോഴാണ് ഇത് കൃപാസന മാതാവാണല്ലോ എന്ന് അദ്ദേഹം തിരിച്ചറിഞ്ഞത്. അതായത് ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു സഞ്ചാരം എന്ന് പറയണത്. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ അമ്മ മാതാവ്, ഇപ്പം ഞാനെപ്പോഴും നിങ്ങൾ പറയും 2004 ഡിസംബർ 7 പ്രത്യക്ഷപ്പെടുമ്പോൾ ദുരന്തം ഉണ്ടാകാൻ പോകണം, പ്രാർത്ഥിക്കണമെന്നാണ് പറഞ്ഞത്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ ഉടമ്പടി നമുക്ക് ദൈവം തന്നത്. അപ്പം അതുകൊണ്ട് എപ്പോഴും എൻ്റെ മക്കൾ സംഭവിക്കുന്നത് ദൈവത്തിൻ്റെ കൂടെ ഒരു ആവശ്യമാണ് നിങ്ങൾക്ക് അടയാളങ്ങൾ കിട്ടുക എന്നത്. അടയാളം കിട്ടിയാൽ മാത്രമേ സഭ ഇതിനെക്കുറിച്ച് പഠിക്കാൻ തുടങ്ങത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ അടയാളങ്ങൾ ഇനിയും ഉണ്ടാവും. അടയാളങ്ങൾ അമ്മ ആഗ്രഹിക്കുന്നൊരു കൃപാവര പദ്ധതി കൃപാസനത്തിലും ഞങ്ങളുടെ കുടുംബത്തിലും നിറവേറണമേ എന്ന് 2015 കിട്ടിയ മധ്യസ്ഥ പ്രാർത്ഥനയുടെ അവസാനമാണ് മാതാവ് അമ്മ ആഗ്രഹിക്കുന്ന കൃപാവര പദ്ധതിയായിട്ട് ഉടമ്പടി തരണത്. ഉടമ്പടി അന്ന് മുതൽ ഇങ്ങോട്ട് നമ്മൾ ഇന്ന് വരെ കാണാത്ത അടയാളങ്ങളിലൂടെയുള്ള ഒരു ആത്മീയ മുന്നേറ്റമാണ് നടക്കുന്നത്. അപ്പം അതുകൊണ്ട് എൻ്റെ മക്കൾ ദൈവമായിട്ട് നമുക്ക് ഇത്ര കണ്ണെ കാണെ കൈയെ കൈ കൊടുക്കാവുന്ന ഒരു റിലേഷനിലേക്ക് നമ്മൾ എത്തുകയാണ്. ഈ ഒരു ബോധം ഈ ഉടമ്പടി ചിലർക്ക് 1-ാം ഉടമ്പടി എടുക്കുമ്പോൾ തന്നെ ഉണ്ടാകും, ചിലർക്ക് 2-ാം ഉടമ്പടി എടുക്കുമ്പോഴായിരിക്കും ഉണ്ടാകുന്നത് പുതുക്കുമ്പോൾ, ചിലർക്ക് 3-ാം ഉടമ്പടി എടുക്കുമ്പോഴായിരിക്കും അവർക്ക് തിരിച്ചറിവ് വരുന്നത്. ഞാനിങ്ങനെ പ്രസംഗിക്കുന്നത് നിങ്ങൾക്ക് ആദ്യമേ തിരിച്ചറിവ് വരാൻ വേണ്ടിയാണ്. പ്രാർത്ഥിക്കുക. കർത്താവ് ദൈവമേ, ഉടമ്പടി എടുക്കുന്ന എല്ലാവർക്കും ഉടമ്പടിയുടെ ആഴങ്ങളിലുള്ള ആത്മബന്ധത്തിന് വേണ്ടിയുള്ള ദൈവത്തിന്റെ അഭിവാഞ്ചയെ അനുഭവിച്ചറിയുവാൻ അതനുസരിച്ചുകൊണ്ട് സ്വയം സമർപ്പിതരാകുവാൻ പ്രത്യേക അഭിഷേകം നൽകണമേ. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ.